വരുന്നത് സെറ്റ് ബിൽഡർ ഫോം. ദെൻ തേർഡ് ടോപ്പിക് നിങ്ങൾക്ക് ഇന്റർവെൽസ് നമുക്ക് ഓൾറെഡി നിങ്ങൾ എല്ലാ ടോപ്പിക്സുമായിട്ടും പരിചയം ഉണ്ടാവുന്ന കരുതുന്നത്. ഇന്റർവെൽസ് 4 കാറ്റഗറിയിൽ വരുന്നുണ്ട്. ക്ലോസ്ഡ് ഇന്റർവെൽ ആയിട്ട് എ കോമ ബി എന്ന് പറഞ്ഞ് എയും ബിയും ഇൻക്ലൂഡ് ചെയ്ത് ഇൻ ബിറ്റ്വീൻ നമ്പേഴ്സും വരുന്നത്. ദെൻ സെമി ക്ലോസ്ഡ് സെമി ഓപ്പൺ എന്നുള്ള രൂപത്തിൽ 2 കാറ്റഗറി വരുന്നുണ്ട്. അതിലിതാ ഈ 2 എണ്ണം സെമി ഓപ്പൺ സെമി ക്ലോസ്ഡ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന 2 എണ്ണാണ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് എ കോമ ബി എന്ന് പറഞ്ഞ് ഓപ്പൺ ഇന്റർവെൽ. ഓക്കെ, ഇതിൽ ക്ലോസ്ഡ് വന്നു കഴിഞ്ഞാൽ ആ വാല്യൂം ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഓപ്പൺ ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ ആ വാല്യൂ ഇൻക്ലൂഡഡ് അല്ല, ഇൻ ബിറ്റ്വീൻ നമ്പേഴ്സ് മാത്രം ഇൻക്ലൂഡഡ് ആണ്. ഈ രൂപത്തിലാണ് ഇന്റർവെൽസ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പിന്നീട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ടൈപ്സ് ഓഫ് സെറ്റ്സ്. ടൈപ്സ് ഓഫ് സെറ്റ്സിൽ നമ്മൾ ഓൾറെഡി സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 എലമെന്റ് മാത്രം വരുന്നതാണ് സിംഗിൾട്ടൺ സെറ്റ്. സെക്കൻഡ് സെറ്റില് നൾ സെറ്റിന് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സ് എല്ലാം നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. 5 എന്നുള്ള സിമ്പൽ യൂസ് ചെയ്തിട്ടാണ് നൾ സെറ്റ് വരുന്നത്. അതിൽ എലമെന്റ്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇവിടെ എന്തായിരിക്കും, ഒരൊറ്റ എലമെന്റ് മാത്രം. ഓക്കെ, ഫോർ എക്സാമ്പിൾ സെറ്റ് 1 ഇതെന്താണ്, സിംഗിൾട്ടൺ സെറ്റ്. നൾ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിക്ക് നിങ്ങൾക്ക് 5 യൂസ് ചെയ്ത് ഡിനോട്ട് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ സെറ്റിനുള്ളിൽ ഒരു എലമെന്റും ഇല്ലാത്ത രൂപത്തിൽ ഡിനോട്ട് ചെയ്യാം. ദെൻ തേർഡ് സെറ്റ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് സെറ്റ് ആണ്. ഫൈനൈറ്റ് സെറ്റിന്റെ കേസിൽ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്, എണ്ണാൻ പറ്റുന്ന അത്രയും കൗണ്ടബിൾ നമ്പേഴ്സ് ഓഫ് എലമെന്റ്സ് ആണ് അവിടെ ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ 1 2 3 എക്സെട്ര 100. ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും എന്താണ്, 100 എലമെന്റ്സ് ഉണ്ട്. അങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും എലമെന്റ്സ് ഉള്ളതിനെയാണ് ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഫോർത്ത് കാറ്റഗറിയിൽ വരുന്നത് ഇൻഫൈനൈറ്റ് സെറ്റ്. ഇൻഫിനിറ്റ് സെറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ 1 2 3 എക്സെട്ര എന്ന് പറഞ്ഞു പോയാൽ ഇത് എത്ര വേണമെങ്കിലും പോവാം. അപ്പൊ നമുക്ക് അവിടെ എത്ര എലമെന്റ്സ് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള സെറ്റാണ് ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഇനി ഫിഫ്ത്ത് സെറ്റും സിക്സ്ത് സെറ്റും നല്ലോണം ഒന്ന് ശ്രദ്ധിക്കുക. മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള 2 ടോപ്പിക്കാണ് ഇത് വരുന്നത്. ഫിഫ്ത്ത് സെറ്റ് എന്ന് പറയുന്നത് ഇക്വിവാലന്റ് സെറ്റ്. ഓക്കെ, ഇക്വിവാലന്റ് സെറ്റ്സ്. സിക്സ്ത് സെറ്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ സെറ്റ്സ്. ഇപ്പൊ ഇക്വാലന്റ് സെറ്റ്സും ഈക്വൽ സെറ്റ്സും തമ്മിൽ ഉള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇക്വാലന്റ് സെറ്റ്സിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് ഈക്വൽ ആവുന്നത്. ഇക്വാലന്റ് സെറ്റില് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് ഈക്വൽ ആവുന്നത്. അവിടെ എല്ലാ എലമെന്റും സെയിം ആവണമെന്നില്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്, ഫസ്റ്റത്തെ സെറ്റിൽ ഞാൻ എ കോമ ബി കോമ സി എന്ന് എടുത്താൽ ഇതിൽ 3 എലമെന്റ് ആണ് ഉള്ളത്. രണ്ടാമത്തെ സെറ്റ് ഞാൻ 1 കോമ 2 കോമ 3 എന്ന് എടുക്കുന്നു, ഇതിലും 3 എലമെന്റ്സ് ഉണ്ട്. ഇങ്ങനെ വരുന്നതാണ് ഇക്വിവാലന്റ് സെറ്റ്. അവിടെ സെയിം എലമെന്റ് ആകണം എന്ന് യാതൊരു കണ്ടീഷനും ഇല്ല. നമ്പർ ഓഫ് എലമെന്റ്സ് ഈക്വൽ ആയി കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഇക്വിവാലന്റ് സെറ്റ്സ് എന്ന് പറയാം. ഓക്കെ, ദെൻ ഈക്വൽ സെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെന്റ്സും സെയിം ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ എ കോമ ബി കോമ സി എന്ന് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇതേ സെറ്റിലുള്ള ഈ എയും ബിയും സിയും മാത്രമേ അടുത്ത സെറ്റിലും വരാൻ പാടുള്ളൂ. അത് വേണമെങ്കിൽ ഓർഡർ മാറിയിട്ട് വരാം. അപ്പൊ സി കോമ ബി കോമ എ, ഇവിടെ എന്താണ്, സെയിം എലമെന്റ്സ് ആയിരിക്കണം എന്നുള്ള കണ്ടീഷൻ മസ്റ്റ് ആണ്. ഓക്കെ, സെയിം എലമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും അവിടെ എന്ത് ഈക്വൽ ആയിരിക്കും, നമ്പർ ഓഫ് എലമെന്റ്സ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോ ഇക്വിവാലന്റ് സെറ്റിൽ ആകെ പറയുന്ന കണ്ടീഷൻ നമ്പർ ഓഫ് എലമെന്റ്സ് സെയിം ആയിരിക്കണം. ഓക്കെ, സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് ആയിരിക്കണം എന്നേ മാത്രം പറയണുള്ളൂ. എലമെന്റ്സ് എക്സാക്ട്ലി സെയിം ആവണം എന്ന് പറയുന്നില്ല. ഈക്വൽ സെറ്റ്സിനുള്ള കണ്ടീഷൻ പറയണത് സെയിം എലമെന്റ്സ് തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും അവിടെ പിന്നെ നമ്പർ ഈക്വൽ ആവുമല്ലോ. നമ്മൾ 3 എലമെന്റ് ആണ് ഇവിടെ എഴുതുന്നുണ്ടെങ്കിൽ അതേ 3 എലമെന്റ് അപ്പുറത്തെ സൈഡിലും വരണം. സോ ദെയർ നമ്പർ വിൽ ബി ഈക്വൽ. ഓക്കെ, അതാണ് ഈക്വൽ സെറ്റും ഇക്വാലന്റ് സെറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടായിരിക്കും. നമുക്കിപ്പോ അത് റിലേറ്റഡ് ആയിട്ട് പറയാനുള്ള ഒരേ ഒരു കാര്യം, അതിൽ നമുക്ക് നമ്പർ ഓഫ് സബ്സെറ്റ്സ്, ഫോർ എക്സാമ്പിൾ ഞാൻ എ ഈക്വൽ ടു എന്ന് പറഞ്ഞ സെറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 2 3. ഓക്കെ, ഈ സെറ്റിന്റെ സബ്സെറ്റ്സ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം നൾ സെറ്റ് എഴുതും, പിന്നെ ഒരാൾ മാത്രമുള്ളത് എഴുതും, ദെൻ 2 എലമെന്റ് വരുന്ന ഒരു എലമെന്റ് വരുന്ന എല്ലാവരെയും നമ്മൾ എഴുതി. ഓക്കെ, പിന്നീട് നമ്മൾ എന്ത് എഴുതും, 2 എലമെന്റ്സ് വരുന്നവർ 1 കോമ 2, നെക്സ്റ്റ് വരുന്നത് 1 കോമ 3, ദെൻ 2 കോമ 3, 2 എലമെന്റ്സ് വരുന്നവരെ ചൂസ് ചെയ്യും. ലാസ്റ്റ് വരുന്നത് 1 കോമ 2 കോമ 3.
3 എലമെന്റ് വരുന്നത്, അതായത് ആ സെയിം സെറ്റ് ഇങ്ങോട്ട് എടുത്ത് എഴുതുക. ഓക്കെ, ഇതാണ് സബ്സെറ്റ്സ് എന്ന് പറയുന്നത്. ആദ്യം 5 എഴുതുക, ദെൻ ഒരു എലമെന്റ് വീതം എഴുതുക, ദെൻ 2 എലമെന്റ് വരുന്നത് എഴുതുക, ലാസ്റ്റ് ഇവിടെ നമുക്ക് 3 എലമെന്റ് വരുന്നതാണ് ഉള്ളത്, അതുകൊണ്ട് നമ്മൾ അതേ സെറ്റ് എടുത്ത് എഴുതുന്നു. ഇതിൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഒരു ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. നമ്പർ ഓഫ് സബ്സെറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതാൻ പോകുന്ന ഇക്വേഷൻ 2n എന്നാണ്. അതായത് സെറ്റ് എയില് 3 എലമെന്റ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ആൻസർ എന്തെന്നാണ് വരിക? 2⁵3. അതായത് 8 എലമെന്റ്സ് ആയിരിക്കും, 8 സബ്സെറ്റുകളായിരിക്കും പോസിബിൾ ആവുക. ഇവിടെ നമുക്ക് 8 സബ്സെറ്റ്സ് കിട്ടിയിട്ടുണ്ട്. 1 2 3 4 5 6 7 8 അങ്ങനെ 8 സബ്സെറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് സബ്സെറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2⁵n ആയിരിക്കും. ഇനി ഇവിടെ നിങ്ങൾ ഇത് നമ്മൾ ഓൾറെഡി ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ്. ഇവിടെ നിങ്ങൾ കീം ലെവലിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ഡയറക്റ്റ് ആയിട്ട് സബ്സെറ്റുകളുടെ എണ്ണം എന്ന് ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ, അവിടെ അവര് ചോദിക്കുന്നത് ഇതില് 2 എലമെന്റ് മാത്രം വരുന്ന സബ്സെറ്റുകൾ എത്ര എണ്ണം വരാം? എന്താണ്? 2 എലമെന്റ് മാത്രം വരുന്ന സബ്സെറ്റുകൾ എത്ര എണ്ണം വരാം? ഇങ്ങനെയാണ് ചോദിക്കുക. അപ്പൊ 2 എലമെന്റ് മാത്രം വരുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ 3 എണ്ണേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് 3 എന്ന് എഴുതാൻ പറ്റും. ഇതിന്റെ കേസിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോ ഒരു എക്സാമ്പിള് എന്ന് പറയുന്ന സെറ്റിൽ ഒരു 20 എലമെന്റ് ഉണ്ട്. ഓക്കെ, എന്ന് പറയുന്ന സെറ്റിൽ ടോട്ടലി എത്ര എലമെന്റ് ഉണ്ട്? 20 എലമെന്റ് ഉണ്ട് എന്ന് അവർ പറയുകയാണ്. അങ്ങനെ 20 എലമെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളോട് ചോദിക്കുകയാണ് 5 എലമെന്റ്സ് മാത്രം വരുന്ന സബ്സെറ്റുകൾ എത്ര എണ്ണം ഉണ്ടാവും? എന്താണ്? 5 എലമെന്റ്സ് മാത്രം വരുന്ന സബ്സെറ്റുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് 20 എണ്ണത്തിൽ നിന്ന് നമ്മൾ 5 എണ്ണത്തിനെ ചൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ 20C5 നമ്മളുടെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്നുള്ള ചാപ്റ്റർ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് വരികയാണ് ആ ഒരു കോൺസെപ്റ്റില്. ഓക്കെ, അപ്പൊ എന്താ സംഭവിച്ചിട്ടുള്ളത്? 20 എലമെന്റ് ഉള്ളതില് 5 എലമെന്റ് വരുന്ന സബ്സെറ്റുകൾ മാത്രം എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിക്കാം. നമ്മൾ 20 എലമെന്റ് ഉള്ള സബ്സെറ്റ് ആണെന്നുണ്ടെങ്കിൽ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ സബ്സെറ്റ്സ് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? ആദ്യം ഒന്നുമില്ലാത്ത 5 എഴുതും, പിന്നെ ഒരു എലമെന്റ് ഉള്ള ഒരുപാട് എണ്ണം എഴുതും, പിന്നെ 2 എലമെന്റ് ഉള്ള ഒരുപാട് എണ്ണം എഴുതും, 3 എലമെന്റ് ഉള്ള ഒരുപാട് എണ്ണം എഴുതും, അങ്ങനെ 4 എലമെന്റ് ഉള്ളത് ഉണ്ടാവും, 5 എലമെന്റ് ഉണ്ടാവും, 6 എലമെന്റ് ഉള്ളത് ഉണ്ടാവും. അവസാനം നമ്മൾ 20 എലമെന്റ് ഉള്ള ആ സെയിം സെറ്റ് തന്നെ എടുത്ത് എഴുതും. അപ്പൊ ഒരുപാട് സബ്സെറ്റ്സ് അവിടെ പോസിബിൾ ആണ്. അതിൽ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള 5 എലമെന്റ്സ് വരുന്ന സബ്സെറ്റുകൾ ഏത്, എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് 20C5. ടോട്ടലി 20 എണ്ണം ഉണ്ട്, അതിൽ നിന്ന് 5 എണ്ണം മാത്രം, 5 എലമെന്റ്സിനെ സെലക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ഉണ്ടാക്കാൻ പോകുന്നത്? കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു നോർമൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മളുടെ ഈ ഒരു കേസ് വെച്ചിട്ട് പറയാണ്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മളുടെ 3 എലമെന്റ് ഉള്ള കേസ് വെച്ചിട്ട് പറയാണ്. എയിൽ എത്ര എലമെന്റ് ഉള്ളത്? 3 എലമെന്റ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ എഴുതിയ എക്സാമ്പിൾ പ്രകാരം ആദ്യം നമ്മൾ ഒരു എലമെന്റും ഇല്ലാത്തത് എടുക്കും, നോ എലമെന്റ്. ഒരു എലമെന്റും ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ 5. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ 1 എലമെന്റ് മാത്രം വരുന്നത് ചൂസ് ചെയ്യും. ഓക്കെ, അതും അല്ല എന്നുണ്ടെങ്കിൽ 2 എലമെന്റ് മാത്രം വരുന്നത് ചൂസ് ചെയ്യും. ഇനി അതും അല്ല എന്നുണ്ടെങ്കിൽ 3 എലമെന്റ് മാത്രം വരുന്നത് ചൂസ് ചെയ്യും. ഇതാണ് കോൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ നോ എലമെന്റ് എന്ന് പറഞ്ഞാൽ 3 എണ്ണത്തില് ഒറ്റൊന്നും നമ്മൾ സെലക്ട് ചെയ്തില്ല, ഓർന്നിട്ട് കഴിഞ്ഞാൽ പ്ലസ്. ഇനി വീണ്ടും ഒരു എലമെന്റ് ചൂസ് ചെയ്യുന്നത് 3C1 പ്ലസ്, അടുത്തത് 2 എലമെന്റ് നമ്മൾ ചൂസ് ചെയ്യുന്നു 3C2 പ്ലസ്, അടുത്തത് 3 എലമെന്റ് നമ്മൾ ചൂസ് ചെയ്യുന്നു 3C3. ഓക്കെ, ഈ കാൽക്കുലേഷൻ ഒന്നാകെ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ 2⁵n എന്നുള്ള വാല്യൂവിന് സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ 8 എണ്ണാണെന്നുണ്ടെങ്കിൽ 2⁵8 എന്നുള്ള വാല്യൂവിന് 2⁵3 എന്നുള്ള വാല്യൂവിന് സെയിം ആയിരിക്കും ഈ കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ. അതായത് 8 എന്നാവും ഇതിന്റെ കാൽക്കുലേഷന്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുക. പക്ഷേ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെ കമ്പൈൻഡ് ആയിട്ട് എത്ര സബ്സെറ്റ്സ് ഉണ്ട് എന്നുള്ള രൂപത്തിലായിരിക്കൂല. പകരം ഇത്ര എലമെന്റ്സ് മാത്രം വരുന്ന എത്ര സബ്സെറ്റ് ഉണ്ട്, അങ്ങനെയുള്ള 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് കരുതുന്നു. നിങ്ങളോട് ഇപ്പോ ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. 100 എലമെന്റ് ഉള്ള ഒരു സബ്സെറ്റ് ഉണ്ട്. നോക്കിക്കോ, എ എന്ന് പറയുന്ന സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 100 എലമെന്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവര് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം മേ ബി 59 എലമെന്റ്സ് വരുന്ന സബ്സെറ്റുകൾ എത്ര എണ്ണം?
ഓക്കെ, 59 എലമെന്റ്സ് മാത്രം വരുന്ന സബ്സെറ്റുകൾ പല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്തുണ്ടാക്കാൻ പറ്റില്ല. അത് എത്ര എണ്ണം ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട എന്താ 100C59. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. പക്ഷെ ഇത്ര വലിയ നമ്പേഴ്സ് ഒന്നും ഉണ്ടാവില്ല. നമുക്കൊരു 20, 10 ആ ലെവലിലൊക്കെ ആയിരിക്കും കാൽക്കുലേഷന്റെ നമ്പേഴ്സ് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതൊന്ന് നല്ലോണം മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ടീമിന് ഡയറക്റ്റ് ഉള്ള ക്വസ്റ്റ്യന് പകരം ഒരു തിരിഞ്ഞു വരുന്ന ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഈ ഭാഗത്തു നിന്നാണ് മെയിൻലി ചോദിക്കാറുള്ളത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് പവർ സെറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. നമ്മൾ എഴുതിയ എല്ലാ സബ്സെറ്റുകളെയും നമ്മൾ നമ്മൾ എഴുതിയിട്ടുള്ള എല്ലാ സബ്സെറ്റുകളെയും ചേർത്ത് ഒരൊറ്റ സെറ്റിനുള്ളിൽ ഇടുക. ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന സെറ്റ് 1,2 എന്നാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പവർ സെറ്റ് എഴുതാൻ പറഞ്ഞാൽ, പി ഓഫ് എ എന്ന് പറഞ്ഞ പവർ സെറ്റ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം വലിയ 2 സെറ്റ് അങ്ങോട്ട് ഇട്ട് വെക്കുക. എന്നിട്ട് ഇതിനുള്ളിൽ നമ്മൾ ഇതിന്റെ സബ്സെറ്റുകൾ എഴുതുക. അതായത് 5 വരും, പിന്നെ ഒരു എലമെന്റ് മാത്രം ഉള്ളത്, ദെൻ 2 എലമെന്റ് മാത്രം, ഒരു എലമെന്റ് ഉള്ള രണ്ടാമത്തെ ആളും എഴുതി, പിന്നെ 2 എലമെന്റും കൂടി വരുന്നത്. അതായത് സബ്സെറ്റുകളെ കംപ്ലീറ്റ് ഒരു വലിയ സെറ്റിനുള്ളിൽ എഴുതി കഴിഞ്ഞാൽ അതാണ് പവർ സെറ്റ്. അപ്പൊ നമ്മളോട് ചോദിക്കാണ് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് പവർ സെറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് പവർ സെറ്റ്. പവർ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ നമ്മൾ എഴുതിയത് ആരെയാണ്? സബ്സെറ്റുകളെയാണ്. അപ്പൊ അത് സബ്സെറ്റിന്റെ എണ്ണത്തിന് ഈക്വൽ ആയിരിക്കും. അതായത് 2n ഈക്വൽ ആയിരിക്കും. ഇനി പ്രോപ്പർ സെറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രോപ്പർ സബ്സെറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇവിടെ എപ്പോഴും എഴുതുന്ന സമയത്ത് സെയിം സെറ്റിനെ എടുത്ത് എഴുതാറുണ്ട്. ഇവിടെ എന്താണോ വന്നത് എ എന്ന് പറഞ്ഞ സംഭവം എന്താണോ അതും എടുത്ത് എഴുതാറുണ്ട് സബ്സെറ്റുകളുടെ കൂട്ടത്തില്. അത് ഒഴിവാക്കി ബാക്കിയുള്ളത്, ഫോർ എക്സാമ്പിൾ അവിടുത്തെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ 5, 1, 2 ഇതാണ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെയിം സെറ്റിനെ ഒഴിവാക്കിയിട്ട് സബ്സെറ്റ്സ് വിത്തൗട്ട് സെയിം സെറ്റിനെ ഒഴിവാക്കി ബാക്കിയുള്ള സബ്സെറ്റുകളിലെയാണ് നമ്മൾ എന്തെന്ന് പറയാ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയാം. അപ്പൊ ഇതിന്റെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാ? സബ്സെറ്റുകളുടെ എണ്ണം നമുക്ക് 2n ആണ്. അതിന്ന് ഒരൊറ്റ സെറ്റിനെ മാത്രമാണ് നമ്മൾ ഒഴിവാക്കിയത്. അപ്പൊ 2n -1 അതാണ് പ്രോപ്പർ സബ്സെറ്റിനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള 2 ക്വസ്റ്റ്യന് ഞാൻ പറഞ്ഞു അല്ലെ, ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് സബ്സെറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ ക്വസ്റ്റ്യന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്ക്, ഞാൻ ഈ ക്വസ്റ്റ്യന്റെ PDF നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ആ PDF നമുക്ക് യൂസ് ചെയ്തിട്ട് റൈറ്റ് ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ എക്സ്ട്രാ എഴുതി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസിന്റെ I think 20 ക്വസ്റ്റ്യൻസിന്റെ ഒരു സെറ്റ് ഞാൻ ഷെയർ ചെയ്യാം. അതിൽ കുറച്ചെണ്ണം മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ പറ്റും. ആ ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ കോൺസെപ്റ്റ് ആദ്യം പറയുന്നത്. ഇപ്പൊ നമ്മൾ ഓൾറെഡി എവിടെ വരെ ഉള്ളത് പറഞ്ഞു? പ്രോപ്പർ സബ്സെറ്റ് വരെ ഉള്ളത് പറഞ്ഞു. ഇനി അവിടെ നിന്ന് വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്ക്, ഗൂഗിൾ മീറ്റിൽ ആരാണ്ട് മൈക്കോളെ S ഈക്വൽ ടു എന്ന് പറഞ്ഞ് 1, 2, 3 എക്സെട്ര 10 ഒരു സബ്സെറ്റ് ഒരു സെറ്റ് തന്നിട്ടുള്ള എന്താണ് തന്ന സെറ്റ് ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കുക, S ഈക്വൽ ടു 1, 2, 3 എക്സെട്ര 10. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സബ്സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടായിരിക്കും? ആ സെറ്റിൽ 10 എലമെന്റ്സ്. ടോട്ടലി ഓക്കെ, ടോട്ടലി എത്ര എലമെന്റ്സ് ഉണ്ടായിരിക്കും? 10 എലമെന്റ്സ് ആണ് ആ സെറ്റിൽ ഉള്ളത്. എന്നിട്ട് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോക്ക്, ദെൻ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എസ് എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ്സ് കണ്ടെയ്നിങ് ഓൺലി ഓഡ് നമ്പേഴ്സ്. അവർ സ്പെഷ്യലി ചോദിച്ചിട്ടുണ്ട് എന്ത് മാത്രം കണ്ടെയ്ൻ ചെയ്താൽ മതി? ഓഡ് നമ്പേഴ്സ് മാത്രം കണ്ടെയ്ൻ ചെയ്താൽ മതി. ടോട്ടലി 10 എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇതാണ് ആ സെറ്റിലുള്ള നമ്പേഴ്സ്. ഇതിൽ നമുക്ക് ആരാവശ്യമില്ല? എല്ലാവരെയും ആവശ്യമില്ല. പിന്നെ ഓഡ് നമ്പേഴ്സ് മാത്രം വരുന്ന സബ്സെറ്റുകൾ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റുന്ന ചോദിച്ചത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ആദ്യം ആരെ സെലക്ട് ചെയ്തെടുക്കുക? ഓഡ് നമ്പേഴ്സിനെ സെലക്ട് ചെയ്തെടുക്കുക. ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1, 3, 5, 7, 9 ഇതാണല്ലോ ഓഡ് നമ്പേഴ്സ് എന്ന് വരുന്നത്. ഇനി ഇത് യൂസ് ചെയ്തിട്ട് എത്ര സെറ്റ് ഉണ്ടാക്കാന്നാ ചോദിച്ചിരിക്കണേ. ഇത് യൂസ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു എലമെന്റ് മാത്രം വരുന്ന സെറ്റ് ഉണ്ടാക്കിക്കൂടെ?
അപ്പൊ നമ്മൾ 5 എണ്ണത്തിന്ന് ഒന്നിനെ മാത്രം സെലക്ട് ചെയ്തു. ഓർ 2 എണ്ണം വരുന്നത് നമുക്ക് ഉണ്ടാക്കാം അല്ലെ, ഇതിന്ന് 1 3 അല്ലെങ്കിൽ 3 5, അപ്പോഴും ഓഡ് നമ്പേഴ്സ് മാത്രമല്ലേ വരണുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ 5 എണ്ണത്തിന്ന് എത്ര എണ്ണം സെലക്ട് ചെയ്തു? 2 എണ്ണം സെലക്ട് ചെയ്തു. ഓർ അടുത്തത് 3 എണ്ണം വരുന്നത് ഏതാ? 1 3 5 5 7 9, ഇങ്ങനെ പല കോമ്പിനേഷൻസ് ഇവിടുന്ന് നടക്കൂലേ. അപ്പോ 5 എണ്ണത്തിന്ന് 3 എണ്ണം വരുന്നത് സെലക്ട് ചെയ്തു. ഓർ അടുത്തത് 4 എണ്ണം വരുന്നത് ചൂസ് ചെയ്യാം. 1 3 5 7 അല്ലെങ്കിൽ 3 5 7 9, അതും അല്ലാണെങ്കിൽ 1 5 7 9, അങ്ങനെ പോസിബിൾ ആയിട്ടുള്ള ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടാവില്ലേ. അപ്പൊ 5 C 4 4 എണ്ണം വരുന്നത്. ലാസ്റ്റ് ഈ 5 എണ്ണം കൂടി ഒരൊറ്റ സെറ്റിനുള്ളിൽ എഴുതിയാലും ഓഡ് നമ്പേഴ്സ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് 5 C 5. ഓക്കെ, തന്ന സെറ്റിന്ന് നമ്മളോട് ചോദിച്ചത് ഓഡ് നമ്പേഴ്സ് മാത്രമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഓഡ് നമ്പേഴ്സിനെ മാത്രം ഇങ്ങോട്ട് എടുത്ത് എഴുതി, എന്നിട്ട് അതിൽ നിന്ന് കോമ്പിനേഷൻസ് ഉണ്ടാക്കുന്നത്. ഇവിടെ 5 C 0 എന്ന് പറയുന്നത് പോസിബിൾ അല്ല കേട്ടോ. കാരണം എന്താ? നമ്മളോട് ഓഡ് നമ്പർ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെറ്റിൽ ആരും ഇല്ലാത്തതല്ല. എന്തായാലും സബ്സെറ്റ്സിൽ ആര് വേണം? ഓഡ് നമ്പേഴ്സ് വേണം. അതിൽ ഒന്ന് മാത്രം ഉള്ളതാവാം, അല്ലെങ്കിൽ 2 ഓഡ് നമ്പർ ഉള്ളതാവാം, 3 ഓഡ് നമ്പർ ഉള്ളതാവാം, 4 ഓഡ് നമ്പർ ഉള്ളതാവാം, 5 ഓഡ് നമ്പർ ഉള്ളതാവാം. അതിനപ്പുറത്തേക്ക് പറ്റൂല. കാരണം നമുക്ക് ആകെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് 5 ഓഡ് നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ഇപ്പൊ 5 C 1, ഇതിൽ നോക്ക് 5 C 1 ഓർന്നിട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം പ്ലസ് 5 C 2 പ്ലസ് 5 C 3 പ്ലസ് 5 C 4 പ്ലസ് 5 C 5. നമ്മള് മുന്നേ ചെയ്ത സമയത്ത് അവിടെ 0യും കൂടി അതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. ഓർക്കുന്നുണ്ടോ? 5 C 0 എന്നും കൂടി ഇൻക്ലൂഡ് ആവുമ്പോ നമുക്ക് എന്തെന്ന് എഴുതായിരുന്നു? 2 raised to n എന്ന് എഴുതായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പൊ ആ 5 C 0 ഇല്ല. 5 C 0ന്റെ വാല്യൂ എന്താ? NC 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ ആ 1 എന്നുള്ള വാല്യൂവിനെ ഞാൻ മൈനസ് ചെയ്ത്. ഓക്കെ, ആ 0 ഇല്ലാത്ത സമയത്ത്, 0 എന്നുള്ള കോമ്പിനേഷൻ വരാത്ത സമയത്ത് ബാക്കിയുള്ള ഈ 5 C 5 സെയിം ആയിട്ട് വരുന്നത് വരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്താണ്? 2 raised to n മൈനസ് 1. കാരണം എന്താ? ആ 5 C 0 എന്നുള്ളതിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാവുന്നത് 1 ആണ്. അപ്പൊ ആ 1നെ നമ്മൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്യുക. ടോട്ടലി നമുക്ക് 2 raised to n ആണ്, അതിൽ നിന്ന് 1നെ മൈനസ് ചെയ്തു. 2 raised to n എന്ന് പറഞ്ഞാൽ ഇവിടെ 5 എലമെന്റ് ആണുള്ളത്. അപ്പൊ 2 raised to 5 മൈനസ് 1. 2 raised to 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 32 വരും. 32 മൈനസ് 1 ആൻഡ് ദ നമ്പർ ഓഫ് സബ്സെറ്റ്സ് വിത്ത് ഓഡ് നമ്പേഴ്സ് ഓൺലി. ഓഡ് നമ്പേഴ്സ് മാത്രം വരുന്ന സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 31 ആണ്. നമ്മളുടെ ഓപ്ഷൻസിൽ ഇവിടെ തന്നിട്ടുണ്ട് 31. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു PDF-ഉം അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മളിപ്പോ ഈ എഴുതുന്ന സംഭവം നമുക്ക് എന്താക്കിയിട്ട് കിട്ടും? ഒരു PDF ആക്കിയിട്ട് കിട്ടും. അപ്പൊ ഞാൻ അതും കൂടി ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് സബ്സെറ്റ്സ് കണ്ടെയ്നിങ് എക്സാക്ട്ലി 4 എലമെന്റ്സ് ഓഫ് സെറ്റ്സ് 2 4 6 8 etc 18 ഈസ് ഈക്വൽ ടു. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് സെറ്റ് തന്നിട്ടുണ്ട്. സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? 2 4 6 8 etc 18 വരെയാണ് സെറ്റ് വരുന്നത്. ഓക്കെ, അപ്പോ ഈ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോ എത്ര എലമെന്റ്സ് ഉണ്ട്? ടോട്ടലി എത്ര എലമെന്റ്സ് ഉണ്ടാവും? 2 മുതൽ 18 വരെ എന്ന് പറയുമ്പോൾ നമുക്ക് 9 എലമെന്റ്സ് ഉണ്ടായിരിക്കും അല്ലെ. 2 4 6 8 10, അവിടെ തന്നെ 5 ആയി. പിന്നെ ബാക്കി എത്ര എണ്ണം വരുന്നത്? 12 14 16 18, 4 എണ്ണം വരും. അപ്പൊ ടോട്ടലി എത്ര എലമെന്റ്സ് ആണ്? നമുക്ക് മനസ്സിലായി 9 എലമെന്റ്സ് ആണ് ടോട്ടലി ഉള്ളത്. അതിൽ നിന്ന് അവര് ചോദിച്ചിട്ടുള്ളത് 5 എലമെന്റ് മാത്രം വരുന്ന സബ്സെറ്റ്സ്. 5 എലമെന്റ് സബ്സെറ്റ്സ് ആണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ചോ. ദ നമ്പർ ഓഫ് സബ്സെറ്റ്സ് കണ്ടെയ്നിങ് എക്സാക്ട്ലി 5 അല്ല കേട്ടോ, 4 എലമെന്റ്സ് ആണ്. എക്സാക്ട്ലി 4 എലമെന്റ്സ്, 4 എലമെന്റ് മാത്രം വരുന്ന സബ്സെറ്റ് ആണ് ഇതിനായിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ? 9 എണ്ണത്തിന്ന് 4 എണ്ണം മാത്രം ചൂസ് ചെയ്യാം. 9 C 4. നിങ്ങൾക്ക് NCR എന്നുള്ളതിന്റെ ഇക്വേഷൻ അറിയുന്നുണ്ടായിരിക്കും. എന്താണ്? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ഇതാണ് NCRന്റെ ഇക്വേഷൻ. അപ്പൊ n-ന്റെ സ്ഥാനത്ത് ഇവിടെ 9 ആണ് വരുന്നത്. അപ്പൊ 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 4 ആണ്. അപ്പൊ 4 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 6 എന്ന് പറഞ്ഞാൽ 9 മൈനസ് 4. 9 മൈനസ് 4 പറയുമ്പോൾ ആര് വരും? 5 ഫാക്ടോറിയൽ എന്ന് വരും. ഓക്കെ, ഇതാണ് ആ ഒരു കോൺസെപ്റ്റ് വരുന്നത്. ഇത് നിങ്ങൾക്ക് ഐ തിങ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അറിയും തോന്നുന്നുണ്ട്. ഇത് എന്ത് ചെയ്താൽ മതി?
അപ്പൊ നോക്ക് 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു പിന്നെ 6 ഇൻറ്റു 5 ഫാക്ടോറിയൽ അവിടെ നിർത്തുക. താഴെ 4 ഫാക്ടോറിയലിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് എഴുതാം. ഓക്കെ, 1 വരെ പോണം എന്നാണ് ഇവിടെ 5 ഫാക്ടോറിയലിൽ നമ്മൾ നിർത്തിയത്. എന്തുകൊണ്ടാ? താഴെയും ആ 5 ഫാക്ടോറിയൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇനി ബാക്കിയുള്ള കാൽക്കുലേഷൻ ചെയ്ത് നോക്കുക. ഇപ്പൊ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് 4 ഇൻറ്റു 2 4 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 8 ആണ്. ആ 8ഉം മേലുള്ള 8ഉം തമ്മിൽ കട്ട് ചെയ്ത് പോയി. ഓക്കെ, അപ്പൊ അത് ഓൾറെഡി ക്യാൻസൽഡ് ആയി. ദെൻ 6/3 എന്ന് പറഞ്ഞാൽ 2 വരും. ബാക്കി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണേ 9 ഇൻറ്റു 7 ഇൻറ്റു 2. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ 9 ഇൻറ്റു 7 എന്ന് പറയുമ്പോ അല്ലെങ്കിൽ 9 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 18 വരും. 18 ഇൻറ്റു 7 എടുക്കാം. 18 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ എത്ര വരും? 126 വരും. ഓക്കെ, ഇങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാൽക്കുലേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഓൾമോസ്റ്റ് ബോർഡ് എക്സാമും എല്ലാം കഴിഞ്ഞ് നിങ്ങൾ ഇരിക്കുകയാണ്. ഇംപ്രൂവ്മെന്റ് ഒക്കെ എഴുതിയവരാണെന്നുണ്ടെങ്കിൽ ഈ ലാസ്റ്റ് ടൈമിൽ ഒന്നും കൂടി അത് കവർ ചെയ്ത് എടുത്തിട്ടുണ്ടാവുമെന്നും കരുതുന്നു. അപ്പൊ നിങ്ങൾ ഈ ഒരു കോൺസെപ്റ്റ് നല്ലോണം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി ഇതിലിപ്പോ മറ്റൊരു ക്വസ്റ്റ്യൻ വേണം എന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ സെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ മറന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ആ സെറ്റ് ഒന്ന് പ്രൊവൈഡ് ചെയ്യാം. സെറ്റ് തന്നിട്ടുള്ളത് കേട്ടാ, ഇവിടെ ഞാൻ ആ സെറ്റ് എഴുതാൻ മറന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും 1 2 3 4 എക്സെട്ര 9 വരെയാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതാണ് നമുക്ക് തന്ന സെറ്റ്. അത് ഞാൻ ഈ ക്വസ്റ്റ്യനിൽ എഴുതാൻ വിട്ടുപോയതാണ്. നോക്കൂ, ഇത് വെച്ചുകൊണ്ട് നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് സബ്സെറ്റ്സ് കണ്ടെയ്നിങ് എക്സാക്ട്ലി 4 എലമെന്റ്സ് ഓർ 5 എലമെന്റ്സ്. ഇവിടെ ആദ്യം നമുക്ക് ടോട്ടലി എത്ര എലമെന്റ്സ് ഉണ്ട് നോക്കാം. 1 2 3 4 5 6 7 8 9 വരെ പോകുമ്പോൾ ടോട്ടലി എത്ര എലമെന്റ്സ് ഉള്ളത്? 9 എലമെന്റ്സ് ആണുള്ളത്. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് ഏതൊക്കെ കേസുകളാണ്? അതിന്ന് 4 എലമെന്റ് വരുന്ന സബ്സെറ്റുകളെ കണ്ടെത്തണം. ഏതാണ് ഫസ്റ്റ് കേസ്? 4 എലമെന്റ് വരുന്ന സബ്സെറ്റ്. ഓർ അവരെന്നെ ഓർന്ന് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓർ 5 എലമെന്റ് വരുന്ന സബ്സെറ്റുകളെയും നമുക്ക് എന്ത് ചെയ്യണം? കണ്ടെത്തണം. അപ്പൊ നമ്മൾ 5 എലമെന്റ് വരുന്ന സബ്സെറ്റുകൾ എടുക്കുന്നു. ഓക്കെ, അപ്പൊ 4 എലമെന്റ് വരുന്ന എടുക്കുകയാണെങ്കിൽ ടോട്ടലി എത്ര എണ്ണം ഉള്ളത്? 9. ഇവിടെ അവര് കണ്ടീഷൻ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടാ. ഓഡ് നമ്പേഴ്സ് വേണം അല്ലെങ്കിൽ ഈവൺ നമ്പേഴ്സ് വേണം എന്നുള്ള കണ്ടീഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു 9 എലമെന്റ് വരുന്ന സെറ്റ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് 4 എലമെന്റ് വരുന്ന സബ്സെറ്റുകളും ഉണ്ടാക്കണം, 5 എലമെന്റ് വരുന്ന സബ്സെറ്റുകളും ഉണ്ടാക്കണം. അപ്പൊ എന്താ ചെയ്യാ? ടോട്ടലി 9 എണ്ണം. അതിൽ നിന്ന് 4 എണ്ണം വരുന്നത് പറയുമ്പോൾ C4. ഓർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്ലസ്. ഇനി 5 എലമെന്റ് എന്ന് പറയുമ്പോൾ 9C5. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു കാൽക്കുലേഷൻ വരുന്നത്. അപ്പൊ നോക്ക്, ഇതിൽ 9C4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ എന്ന് പറയുന്നത് 4 ഫാക്ടോറിയൽ. ഇത് രണ്ടും തമ്മിൽ മൈനസ് ചെയ്താൽ 5 ഫാക്ടോറിയൽ. ഓക്കെ, പ്ലസ് ഇവിടെ 9C5 എന്ന് പറഞ്ഞാൽ 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 ഫാക്ടോറിയൽ. രണ്ടും തമ്മിൽ മൈനസ് ചെയ്താൽ 4 ഫാക്ടോറിയൽ. ഇപ്പൊ നോക്ക്, ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലെ? ഡിനോമിനേറ്റർ സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ചെയ്യാം. അപ്പൊ 9 ഫാക്ടോറിയൽ പ്ലസ് 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എന്തെന്ന് കൊടുക്കാം? 4 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ. രണ്ടിനും 4 ഫാക്ടോറിയലും 5 ഫാക്ടോറിയലും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 9 ഫാക്ടോറിയൽ പ്ലസ് 9 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 9 ഫാക്ടോറിയൽസ് ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ചെറുതാക്കിയ പോലെ ചെയ്താൽ മതി. 2 അവിടെ പുറത്തു നിന്നോട്ടെ. ഈ 9 ഫാക്ടോറിയലിനെ നമുക്ക് ഏത് വരെ കൊണ്ടുപോവാം? 5 വരെ കൊണ്ടുപോവാം. എന്നിട്ട് അവിടെ ഫാക്ടോറിയൽ ഇട്ട് വെക്കുക. 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 വരെ കൊണ്ടുപോയി അവിടെ ഫാക്ടോറിയൽ ഇട്ടു. ഇനി അങ്ങോട്ട് കൊണ്ടുപോകണ്ട, കാരണം കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. ഓക്കെ, ഓൾ ഡിവൈഡഡ് ബൈ താഴെ 4 ഫാക്ടോറിയലിനെ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, നോക്ക്, 4 ഫാക്ടോറിയലിനെ നമ്മൾ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്നുള്ള രൂപത്തിലാക്കി. ഇനി 5 ഫാക്ടോറിയൽ അതുപോലെ നിർത്തിയാൽ മതി. ഇതിവിടെ കട്ടിങ് നടന്നു. ഓക്കെ, ബാക്കി കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്തോളൂ എന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിന്റെ ഫൈനൽ ആൻസർ ഇത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തത് തന്നെ. ഇവിടെ 8ഉം 8ഉം തമ്മിൽ കട്ട് ചെയ്ത് പോവും. പിന്നെ 6/3 എന്ന് പറഞ്ഞാൽ 2 വരും. പിന്നെ ബാക്കി 9 ഇൻറ്റു 7 ഇൻറ്റു 2 ആണ് വരിക. ഓക്കെ, അപ്പൊ 2 ഇൻറ്റു 9 ഇൻറ്റു 7 ഇൻറ്റു 2 എന്ന് വരും. ഇതിൽ നമ്മൾ ഇത് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ഇൻറ്റു 126 ആണ് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത്. അതിൽ 2 ഇൻറ്റു 126 എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 256. ഓക്കെ, അപ്പൊ ആൻസർ എന്താണ് വരുന്നത്? 256 ആണ് വരുന്നത്.
അപ്പൊ ഇതാണ് ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ള ഇപ്പൊ സബ്സെറ്റ് സെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മെയിൻലി ഇങ്ങനെയാണ് വരിക. ഇനി ഇവിടുന്ന് ചോദിക്കുന്ന മറ്റൊരു സംഭവം, അത് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ല, നിങ്ങളുടെ ആ PDF ഉണ്ടായിരിക്കും, അത് ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളോട് പറയാണ് സബ്സെറ്റുകളുടെ എണ്ണം. ഓക്കെ, സബ്സെറ്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 32 ആണ്, 32. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എലമെന്റ്സ് ഓഫ് സെറ്റ് കാണാൻ, ഓക്കെ, എലമെന്റ്സ് ഓഫ് സെറ്റ് ഇത് കാണാനാണ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് ബോർഡ് എക്സാം ലെവലിലും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, 2n എന്ന് കൊടുക്കും. അതാണ് നമുക്ക് ഇവിടെ 32 തന്നിട്ടുള്ളത്. അപ്പൊ 2ന്റെ എന്താണ് പവർ കൊടുത്താൽ 2⁵ കൊടുത്താലാണ് 32 വരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് എലമെന്റ്സ് കിട്ടി. എന്താണ് വരുന്നത്, 5. ഓക്കെ, ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ട് ചോദിക്കാം. ഡയറക്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ MCQs ഒക്കെ പഠിക്കുന്നതാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഒരുവിധം നമ്മൾ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ പഠിക്കുന്നതാണ്. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നില്ല, അതെല്ലാം നിങ്ങൾക്ക് തരുന്ന PDF ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട്, ബോർഡ് എക്സാം ലെവലിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ സബ്സെറ്റ് സെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളെല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി നമുക്ക് വരുന്നത് ഓക്കെ ഓപ്പറേഷൻസ് ആണ്. ഓപ്പറേഷൻസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഫസ്റ്റത്തത് നമുക്കറിയാം യൂണിയൻ. യൂണിയന് നിങ്ങൾ ഡിനോട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഒരു സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഓർ എന്നുള്ളതും യൂണിയനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും, പ്ലസ് എന്നുള്ളതും യൂണിയനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതൊക്കെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നല്ലോണം അപ്ലിക്കേഷൻ വരുന്ന ഒരു സാധനമാണ്. ഓക്കെ, അപ്പൊ നോക്കിക്കോ, ഇവിടുന്ന് നമുക്ക് യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കിക്കോ. എ എന്ന് പറയുന്നത് 1 2 3, ബി എന്ന് പറയുന്ന മറ്റൊരു സെറ്റ് 3 4. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി എഴുതാൻ പറഞ്ഞാൽ ആദ്യം എയിലുള്ള എല്ലാ എലമെന്റിനെയും എഴുതാം, 1 2 3. പിന്നെ ബിയിലുള്ളവരെ എഴുതാം. ബിയിലുള്ളവരെ നോക്കുമ്പോൾ 3 ഓൾറെഡി എഴുതിക്കണം, അപ്പൊ ഇനി ഒരു 4 എഴുതിയാൽ മതി. ഇതാണ് എ യൂണിയൻ ബി. എയിലും ബിയിലുള്ള എല്ലാ എലമെന്റ്സും എടുത്തെഴുതുന്നതാണ് എന്തെന്ന് പറയുന്നത്, എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇന്റർസെക്ഷൻ. ഇതിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് രണ്ടും കൂടി നമുക്ക് ഒരുമിച്ച് പറയാം, അങ്ങനെ ആകുമ്പോൾ പഠിക്കാൻ സുഖമാണ്. ഓക്കെ, ഇന്റർസെക്ഷൻ ഉണ്ട്. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ആൻഡ്. ഓക്കെ, അതിന് പകരം യൂസ് ചെയ്യുന്ന സിമ്പിൾ ഇൻറ്റു. ഓപ്പറേഷൻസിൽ യൂസ് ചെയ്യുന്നത് ഇൻറ്റു. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം. ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഇതിന്റെ കേസ് തന്നെ എടുക്കുന്നത്, ഈ അതേ സെറ്റ് ഇട്ടാ എയും ബിയും, അവിടുന്ന് എ ഇന്റർസെക്ഷൻ ബി എഴുതാൻ പറഞ്ഞു. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടോ നോക്കാം. ഇവിടെ നോക്ക്, 1 2 3 3 4, രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ആളാണ് ആര്, ഈ 3. അപ്പൊ ആ 3 മാത്രം എടുത്ത് എഴുതുക, അതാണ് ഇന്റർസെക്ഷൻ. ഇന്റർസെക്ട് ചെയ്തു, കൂട്ടിമുട്ടി എന്നുള്ള ഒരു മീനിങ്. ഓക്കെ, അപ്പൊ ഇന്റർസെക്ഷൻ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് അത് നമുക്ക് ഒരുമിച്ച് പറയാവും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പൊ ഞാൻ എന്താണ് പ്രോപ്പർട്ടീസ്, നമുക്ക് പഠിക്കാനുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആദ്യം ലിസ്റ്റ് ഡൗൺ ചെയ്യാം. ഫസ്റ്റ് പ്രോപ്പർട്ടി വരുന്നത് കമ്മ്യൂട്ടേറ്റീവ്. സെക്കൻഡ് പ്രോപ്പർട്ടി വരുന്നത് അസോസിയേറ്റീവ്. ഓക്കെ, തേർഡ് പ്രോപ്പർട്ടി വരുന്നത് ഐഡം പൊട്ടൻറ്റ് ലോ എന്ന് പറയും, ഐഡം പൊട്ടൻറ്റ് ലോ. ഫോർത്ത് പ്രോപ്പർട്ടി വരുന്നത് ലോ ഓഫ് ഫൈ. ആൻഡ് ഫിഫ്ത്ത് പ്രോപ്പർട്ടി വരുന്നത് ലോ ഓഫ് യൂണിവേഴ്സൽ. യൂണിവേഴ്സൽ എന്ന് പറയുമ്പോൾ യൂണിയനേക്കാളും വലിയ രൂപത്തിൽ യു ഇട്ട് വെക്കുക കേട്ടോ, യൂണിവേഴ്സൽ ക്യാപിറ്റൽ യു ആണ്. ഓക്കെ, ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് പഠിക്കാനുള്ളത്. ഇത് രണ്ടിൻ്റെയും തമ്മിൽ അപ്പുറത്തും ഇപ്പുറത്തും എഴുതി പഠിച്ചാൽ സുഖമാണ്. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ നോക്ക്, എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ. അപ്പൊ ഇന്റർസെക്ഷന്റെ കേസിൽ പറയുകയാണെങ്കിലോ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ. ഓക്കെ, അസോസിയേറ്റീവ് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ഒന്ന് മാറ്റി കൊടുക്കുക, ഗ്രൂപ്പിംഗ് മാറ്റുക, അതാണ് അസോസിയേറ്റീവ്. എ യൂണിയൻ ബി യൂണിയൻ സി. ഓക്കെ, ഇനി ഇവിടെ ബ്രാക്കറ്റ് മാറ്റി കഴിഞ്ഞാൽ എനെ പുറത്തേക്ക് ഇട്ടിട്ട് ആരെ ബ്രാക്കറ്റിനുള്ളിലാക്കുക, ബി യൂണിയൻ സീനെ ബ്രാക്കറ്റിനുള്ളിലാക്കുക. ഇതാണ് അസോസിയേറ്റീവ്. അതുപോലെ ഇന്റർസെക്ഷന്റെ കേസിലും പറയാം, ആദ്യം എ ഇന്റർസെക്ഷൻ ബി, എനും ബിനെയും നമ്മൾ ഗ്രൂപ്പ് ചെയ്തു, സീനെ പുറത്താക്കി, ഈക്വൽ ടു അടുത്തത് എന്ത് ചെയ്യുക, എനെ പുറത്ത് നിർത്തിയിട്ട് ബിനെയും സീനെയും നമ്മൾ ഗ്രൂപ്പ് ചെയ്തു. ഓക്കെ, ഇതാണ് അസോസിയേറ്റ്. ഐഡം പൊട്ടൻറ്റ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ യൂണിയൻ എ എന്ന് പറഞ്ഞാൽ എ തന്നെ, എന്ത് ചെയ്താലും അതന്നെ കിട്ടുക. ഇവിടെ നോക്ക്, എ ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാലും എന്തെന്നെയാ, എ തന്നെ. അപ്പൊ ഐഡം പൊട്ടൻറ്റ് ലോ, എ യൂണിയൻ എ വരും, എ ഇന്റർസെക്ഷൻ എ വരും.
അടുത്തത് ലോ ഓഫ് ഫൈ എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ഫൈ. എ യൂണിയൻ ഫൈ എന്ന് പറഞ്ഞാൽ എയിലുള്ള എല്ലാ എലമെന്റും എഴുതണം, പിന്നെ ഫൈയിലുള്ളതും എഴുതണം. ഫൈയിൽ ആരും ഇല്ലാത്തത് കൊണ്ട് എയിലുള്ളവർ മാത്രമേ ഉണ്ടാവുള്ളൂ, അപ്പൊ എ വരും. എ ഇന്റർസെക്ഷൻ ഫൈ എന്ന് പറഞ്ഞാൽ എയിലും ഫൈയിലും കോമൺ ആയിട്ട് വരണം. ഫൈയിൽ ആരും ഇല്ലല്ലോ, അപ്പൊ കോമൺ ആയിട്ട് ആരും ഉണ്ടാവൂല, അതുകൊണ്ട് ഫൈ തന്നെയാണ്. ഓക്കെ. അടുത്തത് എ യൂണിയൻ യൂണിവേഴ്സൽ. എ യൂണിയൻ യൂണിവേഴ്സൽ സെറ്റ്. എയിലുള്ള എല്ലാരും എഴുതണം, യൂണിവേഴ്സൽ സെറ്റിലുള്ള എല്ലാരും എഴുതണം. ഓക്കെ. അപ്പൊ എന്താ വരിക? വലിയ സെറ്റ് ഏതാണോ അതല്ലേ വരിക? യൂണിവേഴ്സൽ സെറ്റ് ആണ് വരിക. ഇവിടെ എ ഇന്റർസെക്ഷൻ യൂണിവേഴ്സൽ സെറ്റ്. എയിലുള്ള യൂണിവേഴ്സൽ സെറ്റിലും കോമൺ ആയിട്ട് വരണോണ്ട് യൂണിവേഴ്സൽ സെറ്റിൽ അല്ലാത്തവരും ഉണ്ടാവും. അപ്പൊ എയിലുള്ള എല്ലാവരും ഇതിലും ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഏതായിരിക്കും വരിക? എ ആണ് വരിക. ഓക്കെ. ഇത്രയാണ് വരുന്നത്. ഇനി ഇവിടുന്ന് ഓർത്തു വെക്കുന്ന മറ്റൊരു കാര്യം, ഡിസ്ജോയിന്റ് സെറ്റ് ആണ്, പരസ്പരം കണക്ഷൻ ഇല്ലാത്ത സെറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ അവിടെ അപ്ലൈ ചെയ്യേണ്ട കാര്യം എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ആരും ഉണ്ടാവൂല, ഫൈ ആയിരിക്കും. പരസ്പരം കണക്ഷൻ ഇല്ലാത്ത സെറ്റ് ആണെന്നുണ്ടെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഫൈ ആയിരിക്കും. പിന്നെ നമുക്ക് വരുന്ന ഒരു ലോ ആണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ, എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. ഇതിൽ ഇന്റർസെക്ഷൻ ആർക്ക് കൊടുക്കുക? ബിക്കും കൊടുക്കുക, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് സിക്കും കൊടുക്കുക. അതായത് ആദ്യം എ ഇന്റർസെക്ഷൻ ബി വരും, പിന്നെ ആര് വരും? എ ഇന്റർസെക്ഷൻ സി വരും. ഇനി അതിന്റെ നടുവിൽ ആരെ കൊടുത്താൽ മതി? യൂണിയന് കൊടുത്താൽ മതി. ഇനി ഇത് നേരെ തല തിരിച്ചും ചോദിക്കാം, എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി. ഇങ്ങനെ വന്നു കഴിഞ്ഞാലോ ആദ്യം എക്ക് ഈ യൂണിയന് ആർക്ക് കൊടുക്കുക? ബി കൊടുക്കുക, എ യൂണിയൻ ബി. പിന്നെ ഈ എ യൂണിയന് സിക്കും കൊടുക്കണം, അപ്പൊ എ യൂണിയൻ സി. ഇനി അവരുടെ രണ്ടുപേരുടെയും നടുവിലുള്ള ഇന്റർസെക്ഷൻ ആണ്, അപ്പൊ നമ്മൾ അത് അതുപോലെ കീപ്പ് ചെയ്യുന്നു. ഓക്കെ. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുന്നത്. ഇനി അടുത്തത് വരുന്നത് കോംപ്ലിമെന്റ് ആണ്. കോംപ്ലിമെന്റ് ഓഫ് സെറ്റ്സ്. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും യൂണിവേഴ്സൽ സെറ്റ് വെച്ചിട്ടാണ് കമ്പാരിസൺ വരിക കേട്ടോ. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിനോട്ട് ചെയ്യൽ ഇപ്പൊ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ കോംപ്ലിമെന്റ്. ഇതിന് നമ്മൾ എക്സ്പ്രഷൻ ആയിട്ട്, ഐ മീൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നോട്ട് എ അല്ലാത്തവർ, അതാണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഒരു എക്സാമ്പിൾ, യൂണിവേഴ്സൽ സെറ്റ് നിങ്ങൾക്ക് തരികയാണ്. ഓക്കെ. കോംപ്ലിമെന്റ് ആണ് പറയുന്നത്. യൂണിവേഴ്സൽ സെറ്റ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് 1 2 3 4 5 6. എന്നിട്ട് എ എന്ന് പറഞ്ഞ സെറ്റ് തന്നിട്ടുള്ളത് 2ഉം 4ഉം 6ഉം ആണ് എന്നുണ്ടെങ്കിൽ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 4 6നെ അതൊന്ന് ഒഴിവാക്കി ബാക്കിയുള്ളവരെടുത്ത് എഴുതുക. അതായത് 1ഉം 3ഉം 5ഉം. എ അല്ലാത്തവർ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എനെ പുറത്താക്കി ബാക്കിയുള്ളവരെ എഴുതുന്നതാണ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ഒന്ന് ഓർത്ത് വെക്കുക. നോക്കിക്കോ. ഫസ്റ്റ് വൺ, എ കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ്. ആദ്യം എനെ പിടിച്ച് പുറത്താക്കി, പിന്നെ അതല്ലാത്തവരെ പിടിച്ച് പുറത്താക്കിയാൽ നമുക്ക് എനെ തിരിച്ചു കിട്ടും. ഓക്കെ. പിന്നെ ഫൈ കോംപ്ലിമെന്റ്. ഫൈ എന്ന് പറഞ്ഞാൽ ആരും ഇല്ലല്ലോ, ആരും ഇല്ലാത്തതിനെ പിടിച്ച് പുറത്താക്കിയ പിന്നെ ആ യൂണിവേഴ്സൽ സെറ്റ് അതുപോലെ കയറി വരില്ലേ. ഓക്കെ. അടുത്തത് യൂണിവേഴ്സൽ സെറ്റ് കോംപ്ലിമെന്റ്. യൂണിവേഴ്സൽ സെറ്റ് യൂണിവേഴ്സൽ സെറ്റിനെ ഒഴിവാക്കിയാൽ പിന്നെ ആരും ഉണ്ടാവില്ല. ഓക്കെ. ഇനി ഇത് വെച്ചിട്ട് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ലോ ആണ്, ഇത് ഓർത്തു വെക്കുക. നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഡി മോർഗൻസ് ലോ. ഓക്കെ. ഡി മോർഗൻസ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ, എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അടുത്തത് എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ. ഇതാണ് ഡി മോർഗൻസ് ലോ വരുന്നത്. ഇനി ഡിഫറൻസ് ഓഫ് സെറ്റ്സ്, അതും കൂടി കഴിഞ്ഞാൽ 4 ഓപ്പറേഷൻസും കഴിഞ്ഞു. പിന്നെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ചെയ്യാം. വേഗം നോക്കുന്നുണ്ട്. ഡിഫറൻസ് ഓഫ് സെറ്റ്സ്. ഡിഫറൻസ് ഓഫ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ആണ്. ഇതിന്റെ എക്സ്പാൻഷൻ വരുമ്പോൾ എ ബട്ട് നോട്ട് ബി. എ ബട്ട് നോട്ട് ബി. എ വേണം, പക്ഷെ ആര് പാടില്ല? ബി പാടില്ല. ബിയിലുള്ള എലമെന്റിനെ എയിൽ നിന്ന് ഒഴിവാക്കുക. ഓക്കെ. അതാണ് എ മൈനസ് ബി. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതുമ്പോൾ എ ബട്ട് നോട്ട് ബി. അതായത് ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ തരുമ്പോൾ എ ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഞാൻ ഒരു സെറ്റ് തരുന്നത് 1 2 3 4 5. ഓക്കെ. ഇനി ബി ഈക്വൽ ടു എന്ന് പറഞ്ഞ് മറ്റൊരു സെറ്റ് തരുന്നത് 2 4 5. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബിയിൽ വരുന്നവരൊക്കെ ഒഴിവാക്കുക. ബിയിൽ വരുന്ന ആരൊക്കെ ഉള്ളത്? 2 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. അവരെ ഒഴിവാക്കി ബാക്കിയുള്ളവരെടുത്ത് ചെയ്താൽ 1 3. ഇതാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. എയിലുണ്ട്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ബി. ഓക്കെ. അപ്പോ ഇതിന്റെ കേസിൽ കമ്മ്യൂട്ടേറ്റീവ് പോസിബിൾ അല്ല കേട്ടാ.
ഇതൊരു ഇമ്പോർട്ടന്റ് സംഭവമാണ്. എ മൈനസ് ബി നോട്ട് ഈക്വൽ ടു ബി മൈനസ് എ. ഓർത്തു വെച്ചോ, എ മൈനസ് ബി എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു ബി മൈനസ് എ. അപ്പൊ ഈ സംഭവം ഒന്ന് ഓർത്തു വെക്കുക. ഇനി ഇവിടുന്ന് വരുന്ന കുറച്ച് ഇക്വേഷൻസ് ആണ്. ഇത് നമുക്ക് എക്സ്ട്രാ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും, എന്നാലും ഇതൊരു ഇമ്പോർട്ടന്റ് ഏരിയ എന്നുള്ള രൂപത്തിൽ നല്ലോണം മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഫസ്റ്റ് വരുന്നത് എൻ ഓഫ് എ യൂണിയൻ ബി. ഇക്വേഷൻ നിങ്ങൾക്ക് അറിയുന്നത് തന്നെ, എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിസ്ജോയിന്റ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും? 0 ആയിരിക്കും. ഫൈ ആണ് വരുന്നത്, ഫൈയിൽ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് എൻ ഓഫ് എ മൈനസ് ബി കാണാൻ പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ പറഞ്ഞേ എൻ ഓഫ് എ. എയിലുള്ളവരെടുത്ത് എഴുതിയിട്ട് അതിൽ നിന്ന് എയും ബിയും കൂടി കൂട്ടിമുട്ടുന്നവരെടുത്ത് ഒഴിവാക്കുക. എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്നവരെടുത്ത് ഒഴിവാക്കുക. അപ്പൊ അങ്ങനല്ലേ ചെയ്തത്? 2 രണ്ടിലും ഉണ്ട്, അതുകൊണ്ട് ഒഴിവാക്കി. 4 രണ്ടിലും ഉണ്ട്, അതുകൊണ്ട് ഒഴിവാക്കി. 5 രണ്ടിലും ഉണ്ട്, അതുകൊണ്ട് ഒഴിവാക്കി. ഓക്കെ, ദെൻ അടുത്തത് എൻ ഓഫ് എ മാത്രം കാണുക, ഓൺലി എന്നൊക്കെ പറയും. ഓക്കെ, നമ്മൾക്ക് ക്വസ്റ്റ്യൻ വരുമ്പോ ഹൂ സ്പീക്സ് ഹിന്ദി ഓൺലി, ഹൂ സെലക്ട് ക്രിക്കറ്റ് ഓൺലി എന്നുള്ള രൂപത്തിൽ ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യേണ്ടത് എല്ലാവരെയും എടുക്കുക, എ യൂണിയൻ ബി എടുക്കുക. എന്നിട്ട് എൻ ഓഫ് എ ആണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ ബി മൈനസ് എ വേണം ഇവിടെ കൊടുക്കാൻ. ശ്രദ്ധിക്കണേ, എ ആണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ ബി മൈനസ് എ. ഇനി ഇവിടെ നോക്ക്, എൻ ഓഫ് ബി ആണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ എൻ ഓഫ് എ യൂണിയൻ ബി എഴുതിയിട്ട് ഇതിന് ഇവിടെ ബി ആണെങ്കിൽ ഇവിടെ എന്ത് വരണം? എ മൈനസ് ബി വരണം. ഇവിടെ എന്താണോ വന്നത് അതിനെ പിടിച്ച് പുറത്താക്കുക ചെയ്യുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ, അത് മാറരുത്. എ ചോദിച്ചു കഴിഞ്ഞാൽ എനെ മൈനസ് ചെയ്യുക, ബി ചോദിച്ചു കഴിഞ്ഞാൽ ബീനെ മൈനസ് ചെയ്യുക. അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മള് പഠിക്കുന്ന സമയത്ത് തന്നെ ഇത് എൻട്രൻസിനെ ചോദിക്കുന്നുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എ യൂണിയൻ 3 എണ്ണം വരുന്ന കേസ് അത് ചോദിക്കും. ഓക്കെ, എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി. ഇതിന്റെ ഇക്വേഷൻ വരുന്നത് എന്താ? എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഉണ്ടായിരിക്കും. എൻ ഓഫ് എ ഇന്റർസെക്ഷൻ സി ഉണ്ടായിരിക്കും. പിന്നെ ബി ഇന്റർസെക്ഷൻ സി, ദെൻ ലാസ്റ്റ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ഓക്കെ, എൻ ഓഫ് എ, എൻ ഓഫ് ബി, എൻ ഓഫ് സി. എന്നിട്ട് ആദ്യം രണ്ടെണ്ണം വീതമുള്ള ഇന്റർസെക്ഷൻ ഒഴിവാക്കി, പിന്നെ ലാസ്റ്റ് 3 കൂടി ഉള്ളത് ഒഴിവാക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ കോൺസെപ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, എന്നോടല്ല പറയുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ബാക്കിയുള്ള ക്ലാസ്സുകൾ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. നമ്മളുടെ യൂണിയനും ഇന്റഗ്രേഷനും ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരുന്നോണം. പിന്നെ ഫ്ലൈറ്റ്, ഒരു ഫ്ലൈറ്റില് ഹിന്ദി. അപ്പൊ ഹിന്ദിനെ ഞാൻ എന്ന് ഡിനോട്ട് ചെയ്യണം. നമുക്ക് ഈ എയും ബിയും സിയും ഒക്കെ എടുക്കുന്നതാണ് സുഖം. ഹിന്ദിനെ ഞാൻ എന്ന് ഡിനോട്ട് ചെയ്ത്, പിന്നെ ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷിനെ ഞാൻ ബിയും ഡിനോട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ 50 സ്പീക്ക് ഹിന്ദി. അപ്പൊ എൻ ഓഫ് എ നമുക്ക് കിട്ടി എന്താണ്? 50 ആണ്. 20 സ്പീക്ക് ഇംഗ്ലീഷ്, എൻ ഓഫ് ബി നമുക്ക് കിട്ടി, അത് 20 ആണ്. 10 സ്പീക്ക് ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. ആരെങ്കിലും അവിടെ അൺമ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യോ? 10 സ്പീക്ക് ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്റർസെക്ഷൻ ആണ്. അപ്പൊ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. അപ്പൊ ഹിന്ദിയും സ്പീക്ക് ചെയ്യുന്നുണ്ട്, ആൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ ഇംഗ്ലീഷും സ്പീക്ക് ചെയ്യുന്നുണ്ട്. അതാണ് 10. ഓക്കെ, 10 നമ്പർ ഓഫ് പീപ്പിൾ സ്പീക്ക് അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദ 2 ലാംഗ്വേജസ്. അത് ശ്രദ്ധിക്കണേ, ഈ അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദ എന്ന് പറഞ്ഞാൽ നോക്ക്, അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദ എന്നാ പറഞ്ഞേക്കണത്. അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദം.
ഇങ്ങനെ ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം. ഒന്നിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം, അല്ലെങ്കിൽ എന്ത് സംസാരിക്കണം, ഹിന്ദി സംസാരിക്കണം എന്നാ പറഞ്ഞേക്കണേ. അപ്പൊ നമ്മൾ അത് സ്റ്റേറ്റ്മെന്റ് ആക്കിയിട്ട് എഴുതുമ്പോൾ നോക്ക്, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം, ഒന്നിക്കൽ ഇംഗ്ലീഷ്, ഹിന്ദി. അപ്പൊ സംസാരിക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ എന്തു സംസാരിക്കണം, ഇംഗ്ലീഷും സംസാരിക്കണം. അപ്പൊ ഒന്നിക്ക് അല്ലെങ്കിൽ എന്നാണ് വന്നിക്കണത്. ഇതിനെ നമ്മൾ ഇക്വേഷൻ കാക്കുമ്പോ എങ്ങനെ വരും? ഓർന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? യൂണിയൻ ഇ അല്ല ബീട്ട, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്ന് എടുത്തു പോയി. ഓക്കെ, എ യൂണിയൻ ബി. ഇനി നമുക്ക് വേഗം ഇക്വേഷൻ കാണാം. ഇതാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി വരും. ഓക്കെ, എൻ ഓഫ് എ എന്ന് പറയുന്നത് 50 പ്ലസ് എൻ ഓഫ് ബി എന്ന് പറയുന്നത് 20 മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 10. 50 പ്ലസ് 20 70 വരും. 70 മൈനസ് 10 എന്ന് പറയുമ്പോൾ 60 ആണ് ആൻസർ. നമ്മളുടെ ഓപ്ഷൻസിൽ ഉണ്ട്, ഇതാ ഈലുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഞാൻ സെൻഡ് ചെയ്ത് തരണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്നും കൂടി ചെയ്ത് നോക്കുക. അപ്പൊ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി പോവുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. ഇൻ എ ഗ്രൂപ്പ് ഓഫ് 100 പേഴ്സൺസ്, ഓക്കെ, ടോട്ടലി എത്ര പേരാ ഉള്ളത്? 100 ആണുള്ളത്. അപ്പൊ ഞാൻ അത് ജസ്റ്റ് ഇവിടെ കൊടുത്തിടുന്നുണ്ട്. ഇനി 80 പീപ്പിൾ ക്യാൻ സ്പീക്ക് മലയാളം. മലയാളം സംസാരിക്കുന്നവര് 80 പേര്. 60 ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് സംസാരിക്കുന്നവര് 60. ദെൻ നമ്പർ ഓഫ് പീപ്പിൾ ഹൂ സ്പീക്ക് ഇംഗ്ലീഷ് ഓൺലി. ഇതാ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഓൺലി വരിക. ഇംഗ്ലീഷ് ഓൺലി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മാത്രം മതി. അതായത് എൻ ഓഫ് ഇ. ഇംഗ്ലീഷ് മാത്രം സംസാരിക്കാൻ പറഞ്ഞാൽ എൻ ഓഫ് ഇ കാണാം. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് കാണേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടില്ല ഒന്നും സംസാരിക്കാത്തവരുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവാം. അപ്പൊ ക്വസ്റ്റ്യനിൽ പറയും 80 പേർക്ക് ഇംഗ്ലീഷ് അറിയാം, 60 അല്ലെങ്കിൽ 80 പേർക്ക് മലയാളം അറിയാം, 60 പേർക്ക് ഇംഗ്ലീഷ് അറിയാം, ഇനി ഒന്നും അറിയാത്തവരായിട്ട് ഇത്ര പേരുണ്ട് എന്ന് പറയും. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് യൂണിയൻ ആയിട്ട് ആ ടോട്ടൽ എടുക്കാൻ പറ്റൂല. ഓക്കെ, ടോട്ടൽ തന്നത് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ യൂണിയൻ എന്ന് പറഞ്ഞിട്ട് എടുക്കാം. 100 എന്ന് പറഞ്ഞാൽ ഒന്നിക്ക് മലയാളം സംസാരിക്കുന്നവരാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണെന്ന് എടുക്കാം. ഇനി ക്വസ്റ്റ്യനിൽ അവർ കറക്റ്റ് പറയാണ് ഒന്നും സംസാരിക്കാത്തവരും ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് യൂണിവേഴ്സൽ സെറ്റ് ആവും. ഏത്? ഈ 100 എന്നുള്ളത് യൂണിയൻ ആയിട്ട് എടുക്കാൻ പറ്റൂല. അതൊന്നും ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, ഒന്നും കൂടി ഞാൻ കോൺസെപ്റ്റ് പറയാം. 100 പേരില് 80 പേർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം, 60 പേർക്ക് അല്ലെങ്കിൽ മലയാളം, 60 പേർക്ക് ഇംഗ്ലീഷും. ഇത് അറിയാമെന്നേ നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളൂ. ഒന്നും അറിയാം, ഇംഗ്ലീഷും മലയാളവും അറിയാത്തവരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ ആയിട്ട് ടോട്ടൽ പേഴ്സൺസിനെ എടുക്കാൻ പറ്റൂല. ഇവിടെ അങ്ങനെ പറയാത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഒരു തോട്ട് വരികയാണ്, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഭാഷ അറിയാം. കാരണം അവർ പറഞ്ഞിട്ടില്ലല്ലോ അറിയാത്തവരുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ യൂണിയൻ എന്തായിട്ട് എടുത്തത്? 100 ആയിട്ട് എടുത്തത്. അങ്ങനെ അറിയാത്തവരുണ്ട് എന്ന് പറയുകയാണെങ്കിൽ യൂണിവേഴ്സൽ സെറ്റ് ആണ് 100 വരിക കേട്ടാ. ഓക്കെ, അതൊന്നും ഓർത്തു വെക്കണേ. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യം. ഇനി അവർ പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ് മാത്രം കാണണം എന്നാണ്. അപ്പൊ എൻ ഓഫ് ഇ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്? എൻ ഓഫ് ബി ആണെന്നുണ്ടെങ്കിൽ ഏതേ നമ്മൾ ചെയ്തിരുന്നത്? യൂണിയൻ ആണോ ഇവിടെ എഴുതിയത് ഇക്വേഷനില്? ഒരൊറ്റ മിനിറ്റ്. ഇക്വേഷനിൽ നമ്മൾ എന്താണ് എഴുതിയത്? എൻ ഓഫ് ബി മാത്രാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. എൻ ഓഫ് എ ആവുമ്പോ എൻ ഓഫ് എ എന്ന് വേണം ബി മൈനസ് എനെ റിമൂവ് ചെയ്യാൻ. എൻ ഓഫ് ബി കാണാൻ പറഞ്ഞാൽ എൻ ഓഫ് ബി എന്ന് വേണം എ മൈനസ് ബിനെ റിമൂവ് ചെയ്യാൻ. ആ യൂണിയൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇവിടുന്ന് കയറി വന്നു എന്നൊരു ഓർമ്മയില്ല. എന്താ ഇങ്ങനെ ഉണ്ടോ ഇക്വേഷൻ വരിക? ഒന്ന് മാറ്റി എഴുതണേ എഴുതിയവരുണ്ട് എന്നുണ്ടെങ്കിൽ. ഓക്കെ, എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എ എന്ന് ബി മൈനസ് എ, എൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ എൻ ഓഫ് ബി എന്ന് എ മൈനസ് ബി. ഇതാണ് ആ ഒരു ഇക്വേഷൻ വരുന്നത്. ഇത് നിങ്ങൾ വെൻ ഡയഗ്രം വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും ഈ ഒരു കോൺസെപ്റ്റ്. ഓക്കെ, ഇപ്പൊ നമ്മൾ അതിക്കൊന്നും പോകുന്നില്ല. വെൻ ഡയഗ്രം വരക്കാനൊന്നും എന്തായാലും കീം എക്സാമിന് ചോദിക്കൂലല്ലോ. അപ്പൊ ആ ഒരു ഇതിക്ക് പോകുന്നില്ല. അതൊന്ന് മാറ്റി എഴുതവരുണ്ട് എന്നുണ്ടെങ്കിൽ കേട്ടോ. ഇമ്പോർട്ടന്റ് എന്ന് മാർക്ക് ചെയ്തതിലെ 3-ാമത്തെ 4-ാമത്തെ ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്തായിരുന്നു? എൻ ഓഫ് ഇ കാണാനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണേ? എൻ ഓഫ് ഇന്ന് എൻ ഓഫ് ഇവിടെ മറ്റാള് എം ആണ് അല്ലെ, എം മൈനസ് ഇ കൊടുക്കും.
ഓക്കെ, എൻ ഓഫ് ഇന്ന് ഇവിടെ എന്താണോ വന്ന് അത് ഇവിടെ മൈനസ് ചെയ്യുക. ഓക്കെ ആണല്ലോ. എൻ ഓഫ് ഇ നമുക്ക് ആരറിയില്ല, ഇതില് രണ്ട് രൂപത്തിൽ ക്വസ്റ്റ്യൻ എഴുതാലോ. ഇന്റർസെക്ഷൻ വന്നു കഴിഞ്ഞാല് ഇന്റർസെക്ഷൻ ഒഴിവാക്കിയാൽ മതിയല്ലോ അല്ലെ. വീണ്ടും ടാസ്ക്. ഓക്കെ, നിങ്ങൾ അവിടെ എഴുതിയ ഇക്വേഷനിൽ നമ്മൾ ചോദിച്ചിട്ടുള്ളത് എ ഓൺലി ബി ഓൺലി വരുന്ന കോൺസെപ്റ്റ് ആണ്. ഒരൊറ്റ മിനിറ്റ്. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇൻ എ ഗ്രൂപ്പ് ഓഫ് 100 പേഴ്സൺ 80 പീപ്പിൾ ക്യാൻ സ്പീക്ക് മലയാളം, 60 ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, ദെൻ നമ്പർ ഓഫ് പീപ്പിൾ ഹൂ സ്പീക്ക് ഇംഗ്ലീഷ് ഓൺലി. ഓൺലി വരുമ്പോ ഇന്റർസെക്ഷൻ ഒഴിവാക്കിയാ പോരെ. മറ്റേ ഇക്വേഷനും വേണം അല്ലേ. അത് രണ്ടും പഠിച്ചു വെച്ചോട്ടാ, അതിന്റെ ഓർമ്മയില്ല. ഒരു മിനിറ്റ്, ഇതൊന്ന് ഇവിടുന്ന് കട്ട് ചെയ്യേ. നിങ്ങൾ ഇക്വേഷൻ എഴുതിയവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ താഴേക്കൊന്ന് മാറ്റി ചെയ്തിട്ടുണ്ട്. അതിന് രണ്ട് സെറ്റ് ഇക്വേഷൻ വരുന്നുണ്ട്. അതായത് എൻ ഓഫ് എ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ വരുന്നത് എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. ഇത് എ തന്നു കഴിഞ്ഞാൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇക്വേഷൻ വരുന്നത് എൻ ഓഫ് എ യൂണിയൻ ബി മൈനസ് എൻ ഓഫ് ബി മൈനസ് എ. ഓക്കെ, ഇങ്ങനെ രണ്ട് ഇക്വേഷൻ ആണ് എൻ ഓഫ് എക്ക് ഉള്ളത് കേട്ടാ. അത് ഏതാണോ തരുന്നത് അതിനനുസരിച്ച് അപ്ലൈ ചെയ്യാൻ അറിയണം. ഓക്കെ, ഇനി എൻ ഓഫ് ബി മാത്രം കാണാൻ പറഞ്ഞ ബി ഓൺലി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഫസ്റ്റ് സെറ്റ് എങ്ങനെ വരും? എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി, രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്നതിനും ഒഴിവാക്കുക. ഇനി ഇവിടെ എൻ ഓഫ് ബി എന്ന് പറഞ്ഞ കറക്റ്റ് വാല്യൂ നമുക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? എൻ ഓഫ് എ യൂണിയൻ ബി തന്നിട്ടുണ്ടാവും, അത് തമ്മിലുള്ള ഡിഫറൻസും തന്നിട്ടുണ്ടാവും. അതായത് എങ്ങനെ? എ മൈനസ് ബിയും തന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെയും കാണാൻ പറയും. ഓക്കെ, അപ്പൊ ഇതിൽ ഏത് ഇക്വേഷൻ ആണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ തന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബിയും എൻ ഓഫ് എ യൂണിയൻ ബി മൈനസ് എൻ ഓഫ് ബി മൈനസ് എ. ഓക്കെ, ഇനി നോക്ക്, നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരുന്നിരുന്ന ക്വസ്റ്റ്യന് ഇതാ. അപ്പൊ ഇവിടെ നമുക്ക് യൂണിയന് തന്നത് കാരണം ഇന്റർസെക്ഷൻ യൂസ് ചെയ്ത ഇന്റർസെക്ഷൻ ഇവിടെ യൂസ് ചെയ്ത യൂണിയൻ വെച്ചിട്ട് നമുക്ക് ഇന്റർസെക്ഷൻ കാണാൻ പറ്റുമല്ലോ. അപ്പൊ അതാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ, എം ഇന്റർസെക്ഷൻ ഇ. ഇതെങ്ങനെ കാണാം നോക്ക്, ഞാൻ ഇവിടെ സൈഡിൽ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം യൂണിയന്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു, ഇവിടെ ഇ യൂണിയൻ എം ഈക്വൽ ടു എൻ ഓഫ് ഇ പ്ലസ് എൻ ഓഫ് എം മൈനസ് എൻ ഓഫ് ഇ ഇന്റർസെക്ഷൻ എം. ഇങ്ങനെ വരും. ഇ യൂണിയൻ എം നമുക്കറിയാം, ഇതാ 100 ഈക്വൽ ടു എൻ ഓഫ് ഇ എന്ന് പറയുന്നത് 80 പ്ലസ് എൻ ഓഫ് എം എന്ന് പറയുന്നത് 60 മൈനസ് എൻ ഓഫ് ഇ ഇന്റർസെക്ഷൻ എം ആണ് നമുക്ക് കാണാനുള്ളത്, അതിനതുപോലെ നിർത്തി. 100 വരും, ഇത് 80 പ്ലസ് 60 എന്ന് പറയുമ്പോൾ 140 വരും. 100ഉം 140 നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 40 വരും. അപ്പോൾ കാൽക്കുലേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. എൻ ഓഫ് ഇ ഇന്റർസെക്ഷൻ എം, ഇന്റർസെക്ഷന്റെ വാല്യൂ നമുക്ക് എന്തെന്ന് കിട്ടി? 40 എന്ന് കിട്ടി. ഇനി അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ അതാ എൻ ഓഫ് ഇ ഈക്വൽ ടു എൻ ഓഫ് ഇ എന്ന് പറഞ്ഞ ആരാ? 60 ആണ്. 60 മൈനസ് എൻ ഓഫ് എം ഇന്റർസെക്ഷൻ ഇ എന്ന് പറഞ്ഞാലും ഇ ഇന്റർസെക്ഷൻ എം എന്ന് പറഞ്ഞാലും സെയിം ആണ്. സോ 40. 60 മൈനസ് 40 ആൻസർ എന്തെന്ന് വരും? 20 എന്ന് വരും. ഓപ്ഷനിലുണ്ടോ? യെസ്, ഓപ്ഷൻ സിയിലുണ്ട് 20 എന്നുള്ളത്. ഓക്കെ, അപ്പോ ഇത് ക്ലിയർ ആക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യന് ഇതൊരു കുറച്ചൊന്ന് നമ്മളെ ഒന്ന് കുഴപ്പിക്കുന്ന ടൈപ്പാണ്, പക്ഷെ ആലോചിച്ചാൽ ഈസി ആയിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. ഇനി ക്ലാസ് ഓഫ് 80 സ്റ്റുഡൻസ്, ടോട്ടലി 80 സ്റ്റുഡൻസ്. ഈ ഒരു ക്വസ്റ്റ്യനും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം കേട്ടോ. ടോട്ടലി 80 സ്റ്റുഡൻസ് ആണുള്ളത്. ഈ 80 സ്റ്റുഡൻസിൽ നോക്കിക്കോളൂ, ഓഡ് റോൾ നമ്പേഴ്സ് ഓപ്റ്റ് ക്രിക്കറ്റ്. ക്രിക്കറ്റ് ഓപ്റ്റ് ചെയ്തവരേതാ? ഓഡ് റോൾ നമ്പേഴ്സ് ഉള്ളവരാണ്. ഓഡ് റോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടലി 80 പേരാണ്. ഓഡ് എന്ന് പറഞ്ഞാൽ അതിൽ ഹാഫ് ഓഡ് നമ്പർ ആവൂലേ. അപ്പൊ 10 പേരാണെന്നുണ്ടെങ്കിൽ നോക്ക്, ഓഡ് നമ്പേഴ്സ് 5 ഉണ്ടാവും, ഈവൺ നമ്പേഴ്സ് 5 ഉണ്ടാവും. അപ്പൊ പകുതിയാണ് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എൻ ഓഫ് ഓഡ് നോക്കണേ. എൻ ഓഫ് ഓഡ്, ഓഡിനെയാണ് നമ്മൾ എന്തെന്ന് കൊടുക്കുന്നത്? എ എന്ന് കൊടുക്കുന്നത് കേട്ടാ. ഞാൻ എയും ബി ഒക്കെ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാൻ പോവാണ്. അവർ ഓപ്റ്റ് ചെയ്തത് എത്ര എണ്ണാണ് പറഞ്ഞത്? ക്രിക്കറ്റ് ആണ് ഓപ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ ക്രിക്കറ്റ് ഓപ്റ്റ് ചെയ്തവരെ എണ്ണാണ് നമ്മൾ ആദ്യം. ഇത് ക്രിക്കറ്റ് ആണ്.
ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 80 പേരാളെ 80ന്റെ പകുതിയെ ഓഡ് നമ്പേഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പൊ 40 പേരാണ് ക്രിക്കറ്റ് ചൂസ് ചെയ്തത്. ഇനി റോൾ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 5 ഓപ്റ്റ് ഫുട്ബോൾ. റോൾ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 5 ഡിവിസിബിൾ ബൈ 5 ഓപ്റ്റ് ഏതാണ്? ഫുട്ബോൾ. അതിന് ഞാൻ n ഓഫ് ബി എന്ന് കൊടുക്കുന്നു. ആരെ? ഫുട്ബോളിന് ഞാൻ n ഓഫ് ബി എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫുട്ബോൾ ചൂസ് ചെയ്തവരുടെ എണ്ണം. ഓഡ് നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 5 എന്നാണ്. അപ്പൊ 5 ആയിട്ട് ഡിവിസിബിൾ ആവുന്ന ആരൊക്കെയാ? 5, 10, 15, 20, 25, 30, 35, 40, 45, 50, 55, 60, 65, 70, 75, 80. 80 വരെ എത്ര പേരുണ്ടായിരിക്കും? 80 വരെ ആവുമ്പോ 5ന്റെ മൾട്ടിപ്പിൾസ് 5 വരെ ആവുമ്പോ 10 പേരില്ലേ? ബാക്കി 30ൽ എത്ര പേരുണ്ടായിരിക്കും? 6 പേരുണ്ടായിരിക്കും. സോ ടോട്ടലി 16 പേര്. ഓക്കെ, 16 സ്റ്റുഡൻസ് ഫുട്ബോൾ ചൂസ് ചെയ്തു. മനസ്സിലായല്ലോ? ഇത് നിങ്ങൾക്ക് അപ്പൊ ആലോചിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വേഗം ഇങ്ങനെ കയ്യിൽ എണ്ണി വെക്കുക. 5, 10, 20, 25, 30, 35 എന്ന് പറഞ്ഞ് എവിടെ വരെ? 80 വരെ ഉള്ളവര് 16 എണ്ണം ഉണ്ടാവുക. അതാണ് n ഓഫ് ഡിവിസിബിൾ ബൈ 5 എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? n ഓഫ് ഡിവിസിബിൾ ബൈ 7. ഓക്കെ, 7 ആയിട്ട് ഡിവിസിബിൾ ആയവര് ഓപ്റ്റ് ചെയ്തത് ഏതാ? ഹോക്കി ട്ടാ. അതിന് ഞാൻ n ഓഫ് സി എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതാരാ? ഹോക്കിയാണ്. ഹോക്കി ചൂസ് ചെയ്തു. 7 ആയിട്ട് ഡിവിസിബിൾ ആയവരെ ഒന്ന് എണ്ണി നോക്ക്. അത് നമുക്ക് കയ്യിൽ തന്നെ എണ്ണാം. 7, 14, 21, 28, 35, 42, അല്ലെങ്കിൽ ആലോചിച്ചാൽ മതി 70 വരെ 10 എണ്ണം അല്ലെ? 7ന്റെ മൾട്ടിപ്പിൾസ് 70 വരെ 10 എണ്ണം, പിന്നെ ഒരു 77. അപ്പൊ ഒന്നും കൂടി, അതായത് 11 എണ്ണാണ് വരുന്നത്. ഓക്കെ, ഏതാണ് 7 ആയിട്ട് ഡിവിസിബിൾ ആയത്? 7, 14, 21, 28, 35 എന്ന് പറഞ്ഞ് ഏത് വരെ? 77 വരെ 7ന്റെ മൾട്ടിപ്പിൾസ്. ഓക്കെ, അപ്പൊ അത് 11 എണ്ണം ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? ഇത് നമുക്ക് കിട്ടി. ഇനി അവര് കാണാൻ പറഞ്ഞിട്ടുള്ളത് then the number of students do not opt any of these. ഇതിലൊന്നും തന്നെ ഓപ്റ്റ് ചെയ്യാത്തവര് ആരൊക്കെ എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എന്താണ്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഡു നോട്ട് ഓപ്റ്റ് എനി ഓഫ് ദീസ്. അപ്പോ ഒരാളും ഓപ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാല് എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലുമൊക്കെ ഒന്ന് ഓപ്റ്റ് ചെയ്തവരെ പിടിച്ച് ഒഴിവാക്കിയാൽ പോരെ ടോട്ടലിന്. മനസ്സിലാക്കണേ, ഒരാളും ഓപ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോ. നോക്ക്, ഞാൻ ഇവിടെ ലാസ്റ്റ് എഴുതുന്നുണ്ട് ആ സ്റ്റെപ്പ്. n ഓഫ് എന്താണ് പറഞ്ഞത്? ഡു നോട്ട് ഓപ്റ്റ് എനി. ഡു നോട്ട് ഓപ്റ്റ് എനി. ഒരാളും ഓപ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ടോട്ടലിൽ നിന്ന് n ഓഫ് ടി എന്ന് കൊടുക്കുന്നുണ്ട്. ടോട്ടലിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? ഏതെങ്കിലും ഒന്നെങ്കിലും ഓപ്റ്റ് ചെയ്തവരെ. ഒന്നിക്ക് ക്രിക്കറ്റ് ഓപ്റ്റ് ചെയ്തവരാവാം, അല്ലെങ്കിൽ ഫുട്ബോൾ ഓപ്റ്റ് ചെയ്തവരാവാം, അല്ലെങ്കിൽ ഹോക്കി ഓപ്റ്റ് ചെയ്തവരാവാം. ഇവരൊക്കെ ഒഴിവാക്കിയാൽ മതി. അപ്പൊ n ഓഫ് ടോട്ടൽ നമുക്കറിയാം. ടോട്ടലി എത്ര സ്റ്റുഡൻസ് എന്നാ പറഞ്ഞേ? 80 സ്റ്റുഡൻസ് ആണുള്ളത്. മൈനസ് n ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി. എ ഓർ ബി ഓർ സി എന്ന് പറഞ്ഞാൽ എന്താ? എ യൂണിയൻ ബി യൂണിയൻ സി. ഡു നോട്ട് ഓപ്റ്റ്, ഒന്നും ഓപ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഏതെങ്കിലും ഒക്കെ ഒന്ന് ഓപ്റ്റ് ചെയ്തവരൊക്കെ പിടിച്ച് പുറത്താക്കുക. അപ്പൊ ക്രിക്കറ്റ് ഓപ്റ്റ് ചെയ്തവർ പിടിച്ച് പുറത്തായി, ഫുട്ബോൾ ഓപ്റ്റ് ചെയ്തവര് പുറത്തായി, പിന്നെ ആരാ? ഹോക്കി ഓപ്റ്റ് ചെയ്തവരും പുറത്തായി. ഓക്കെ, ഇനി നോക്കിക്കോ, ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് n ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വലിയ ഇക്വേഷൻ ആണ്. n ഓഫ് എ പ്ലസ് n ഓഫ് ബി മൈനസ് n ഓഫ് എ പ്ലസ് n ഓഫ് ബി പ്ലസ് n ഓഫ് സി. പിന്നെ ആരൊക്കെ മൈനസ് ചെയ്യണം? എ ഇന്റർസെക്ഷൻ ബി മൈനസ് ചെയ്യണം, എ ഇന്റർസെക്ഷൻ സി മൈനസ് ചെയ്യണം, ബി ഇന്റർസെക്ഷൻ സി മൈനസ് ചെയ്യണം. അപ്പൊ അത് ഓരോന്നായിട്ട് മൈനസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് അറിയണ്ടേ? ആദ്യം നമ്മൾ ഇതാ എ ഇന്റർസെക്ഷൻ ബി എടുക്കുന്നത്. n ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ശ്രദ്ധിക്കട്ടെ, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ, എ എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ്, ബി എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ, എ എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പേഴ്സ്, ബി എന്ന് പറഞ്ഞാൽ ഇത്. അപ്പൊ നോക്ക്, ആദ്യം നമുക്ക് ഓഡ് നമ്പേഴ്സ് ഒരുപാട് എണ്ണം ഉണ്ട്, 40 എണ്ണം ഉണ്ട്. അതിൽ പോയിട്ട് ഇന്റർസെക്ഷൻ തരേണ്ട. ഈ 16 എണ്ണത്തിൽ വരണുണ്ടോ നോക്കിയാൽ പോരെ. ആരൊക്കെയാണ് 16 എണ്ണം വരണേ? 5, 10, 15 ഉണ്ട് കേട്ടോ. അവിടെ ഞാൻ എഴുതാൻ മറന്നിട്ട് 20, 25, 30, 35, 40, 45, 50. ഞാൻ ജസ്റ്റ് എഴുതാണ്, നിങ്ങൾക്ക് ഇത് മൈൻഡിൽ പറയാനുള്ളതേ ഉള്ളൂ. 60, 65, 70, 75, 80. ഇത്രയും നമ്പേഴ്സ് ആണ് വരുന്നത് അല്ലെ?
ഇത് 5 ആയിട്ട് ഡിവിസിബിൾ ആയിട്ടുള്ളത്. ഇനി ഇതിൽ തന്നെ ഓടും ആരാണ്? ബി എന്ന് പറഞ്ഞാൽ എന്താ? 5 ആയിട്ട് ഡിവിസിബിൾ. അവരെ നമ്മൾ എഴുതി. ഇനി ഇതിൽ ഓഡ് നമ്പേഴ്സും വരണം, എയും വരണം. ഓഡ് നമ്പേഴ്സ് വരണം ആരൊക്കെയതാ? 1, 2, 3, 4, 5, 6, 7, 8. കണ്ടോ? 8 എണ്ണമാണ് ഓഡ് നമ്പേഴ്സും വരുന്നത്. അപ്പൊ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി കിട്ടി. ഇതുപോലെ അടുത്ത് നോക്കി നോക്ക്, എൻ ഓഫ് എ ഇന്റർസെക്ഷൻ സി. ഏലല്ലേ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത്, അപ്പൊ അതിനെ നോക്കണ്ട. സിയിൽ 11 പേരേ ഉള്ളൂ. ആ 11 പേരെ ഒന്നും കണ്ടെടുത്ത് എഴുതാ. 7, 14, 21, 28, 35, 42, 49, 56, 63, 70, 77. ഇതാണ് അവര്. ഇനി സി ആണ് നമ്മളിപ്പോ എടുത്ത് എഴുതിയത്. ഇനി അതിൽ എ എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പേഴ്സ് വരണമെന്നാണ്. ഓഡ് നമ്പേഴ്സ് ആരൊക്കെയാ? 1, 2, 3, 4, 5, 6 പേര് ഓഡ് നമ്പേഴ്സ്. കണ്ടോ? 6 പേര് ഓഡ് നമ്പേഴ്സ്. അടുത്തത് നോക്ക്, എൻ ഓഫ് ബി ഇന്റർസെക്ഷൻ സി. ആ, ഇതിലൊരു ചെറിയ കാര്യം മനസ്സിലാക്കാണ്ട്. ബി എന്ന് പറഞ്ഞാൽ ഡിവിസിബിൾ ബൈ 5 ആണ്. സി എന്ന് പറഞ്ഞാൽ എന്താ? ഡിവിസിബിൾ ബൈ 7. ഓക്കെ, അപ്പൊ ഡിവിസിബിൾ ബൈ 5ഉം ഡിവിസിബിൾ ബൈ 7ഉം ഒന്നിക്ക് നിങ്ങൾക്ക് ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്നവരെ എടുത്താൽ മതി. ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്നവരൊന്ന് നോക്കി നോക്ക്. 7 രണ്ടിലും ഇല്ല. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ മതി. 14 അതിലില്ല, 21 അതിലില്ല, 28 അതിലില്ല, 35 എന്ന് പറഞ്ഞ ഈ ഒരു നമ്പർ മാത്രമേ വരുള്ളൂ. നോക്ക്, 42 ഇല്ല, 49 അവിടെ ഇല്ല, 56 അവിടെ ഇല്ല, 63 അവിടെ ഇല്ല. ആ, 2 വരും അല്ലെ? 70 വരും. കണ്ടോ? ഇത് രണ്ടും മാത്രമാണ് ഈ ബി ഇന്റർസെക്ഷൻ സിയിൽ വരിക. ഏതൊക്കെയാ? 35ഉം 70ഉം. 7 ഏറ്റവും ഡിവിസിബിൾ ആവണം, 5 ഏറ്റവും ഡിവിസിബിൾ ആവണം. അതല്ലേ ബിയും സിയും. അപ്പൊ ഇവിടെ എത്ര വന്നു? 2 സ്റ്റുഡൻസ് എന്ന് വന്നു. ഇനി അടുത്തത് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സിയും വേണം. എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. അതിന് നിങ്ങള് ഓക്കെ നോക്ക്, അതിന് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതാ ഇവിടെ നോക്ക്, ഇവിടെ 35ഉം 70ഉം അല്ല ഇപ്പൊ പെട്ടത്. ഓക്കെ, ഇതിൽ മൂന്നിലും കോമൺ ആയിട്ട് വരണവരെ ചൂസ് ചെയ്യാം. മൂന്നിലും കോമൺ ആയിട്ട് വരുമ്പോ എന്ന് പറയുമ്പോ ആരൊക്കെ വരും? അവിടെ നോക്കണ്ട കേട്ടോ, ഇവിടെ നോക്ക്. ഓഡ് നമ്പേഴ്സ് 77 നോക്ക. 77ല് നോക്ക്, ആദ്യം ഡിവിസിബിൾ ബൈ 7 എടുക്കുക. ഡിവിസിബിൾ ബൈ 7 എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? 7, 14, 21, 28, 35. പിന്നെ 42 വരും, 49 വരും, then 56 വരും, 63 വരും, 70 വരും, 77 വരും. ഏറ്റവും കുറഞ്ഞത് ആദ്യം എടുത്ത്. ഇനി ഇതില് 7ന്റെ മൾട്ടിപ്പിൾ 5ന്റെ മൾട്ടിപ്പിൾസ് നോക്കുക. 5ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ ആരൊക്കെയുണ്ട്? ഇതാ, ഒന്നാരാ? 35. കണ്ടോ? പിന്നെ ആരാ? 5ന്റെ മൾട്ടിപ്പിൾസ് 70. ഇനി ഇതിൽ ഓഡ് നമ്പർ വേണം. ആദ്യം 7 എടുത്ത് 7ന്റെ ഡിവിസിബിലിറ്റി നമ്മൾ നോക്കി, പിന്നെ 5ന്റെ ഡിവിസിബിലിറ്റി നോക്കി. അപ്പൊ കോമൺ ആയിട്ട് 2 എണ്ണം കിട്ടി. പിന്നെ എന്തും വരുന്നുണ്ട്? ഓഡ് നമ്പറും വരുന്നുണ്ട്. 3ഉം കൂടി ഇന്റർസെക്ട് ചെയ്യണം. ഓഡ് നമ്പർ ഇത് രണ്ടും കൂടി നോക്കിയാൽ പോരെ. ഇതിൽ 35 മാത്രമല്ലേ ഓഡ് നമ്പർ വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ആകെ ഒരൊറ്റ ആളേ ഉള്ളൂ. ഓക്കെ, ഇനി ഇത് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി കണ്ടാ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി മൈനസ് പിന്നെ ക്ലാസ് ഇല്ല, ക്ലാസ് ഒന്നും കാണും. ഞാനൊന്നും ഇല്ല. ഓ ഇല്ല. ഓക്കെ, എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ സി മൈനസ് എൻ ഓഫ് ബി ഇന്റർസെക്ഷൻ സി. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ 40 + 16 + 11. ഫസ്റ്റത്തെ 3 വാല്യൂസ് എന്ന് പറയുന്ന ആരാ? 40 വരും, 16 വരും, 11 വരും. എന്നിട്ട് അതൊന്ന് മൈനസ് ചെയ്യുക. ആരൊക്കെയാ? എ ഇന്റർസെക്ഷൻ ബി, അത് എത്രയായിരുന്നു? 8. then മൈനസ് എ ഇന്റർസെക്ഷൻ സി 6, ബി ഇന്റർസെക്ഷൻ സി 2, എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി 1. 40 + 60 + 11 മൈനസ് 8 മൈനസ് 6 മൈനസ് 2 മൈനസ് 1. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 52 വരും. 52 ആയിരിക്കും. 52 വരും. അപ്പൊ നോക്ക്, ആ വാല്യൂ നേരെ ഇവിടെ കൊടുത്തിട്ടാൽ മതി. 80 - 52. ആൻസർ എന്ത് വരും? 28 വരും.
ഈ ഓപ്ഷൻ ഉണ്ടായിരിക്കും. കണ്ടോ, ഓപ്ഷൻ എ എന്താ 28 ആണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരുന്ന സമയത്ത് നല്ലോണം ആലോചിച്ച് ചെയ്യുക. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഡിവിസിബിൾ ബൈ 5, ഡിവിസിബിൾ ബൈ 7 എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ഇത് ഒന്നും കിട്ടൂല എന്നുള്ള രൂപത്തിലുള്ള മെന്റാലിറ്റിയിൽ ഇരിക്കരുത്. ആലോചിച്ചാൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. മേ ബി നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്നാണ്ട് ഒറ്റയടിക്ക് ഇതുപോലെ ഇങ്ങനെ ആൻസേഴ്സ് എടുത്ത് എഴുതുന്നതിന് പകരം ഞാൻ ഈ ചെയ്ത പോലെ ചെയ്താൽ മതി. ഒരു 2 മിനിറ്റ് എക്സ്ട്രാ നിങ്ങൾ ടൈം കോമ്പൻസേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, 2 ടൈമോ 3 മിനിറ്റോ എക്സ്ട്രാ അവിടെ ആ ഒരു ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടി വരും. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്റർ ആണ് ഏതെന്ന് പറയുന്നത് സെറ്റ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഇവിടെ നിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോ ഐ തിങ്ക് ഇതെല്ലാം ക്ലിയർ ആണെന്ന് കരുതുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 4 ഇനിയും ഉണ്ട് ക്വസ്റ്റ്യൻസ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 10 മിനിറ്റും കൂടി എക്സ്ട്രാ എടുക്കുന്നതിൽ പ്രശ്നമുണ്ടോ? ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 ക്വസ്റ്റ്യനും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാട്ടോ. ഓക്കെ, ഇതൊന്ന് നോക്കി നോക്ക്. ഇത് ഇനിക്വാലിറ്റി അപ്ലൈ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്ക്, സെറ്റ് എ ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ഇന്റീജർ ആണ് എന്തായാലും. ഓക്കെ, അത് ഒന്ന് മൈൻഡിൽ വെക്കുക. ഫസ്റ്റത്തെ കണ്ടീഷൻ തന്നിട്ട് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 4 എന്നാണ്. അപ്പൊ -1ന്റെയും -1 ഇവിടെ ഉണ്ടാവും, അത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അതിന്റെ ഇടയിലുള്ളവർ ഇൻക്ലൂഡഡ്, 4 ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, അപ്പൊ ആരൊക്കെ ഇവിടെ വരും? -1, -0, 1, 2, 3. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? 0 ലെസ് ദാൻ. അവിടെ ഇനിക്വാലിറ്റി അതൊന്ന് മാറ്റി കൊടുക്കണം. 0 ലെസ് ദാൻ x/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. മിക്കവർക്കും പറ്റുന്ന അബദ്ധം എന്ന് പറഞ്ഞാൽ 0യും 3യും വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇവിടെ എന്ത് ചെയ്യണം? ഈ 2നെ തട്ടിക്കളയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ × 2 ചെയ്ത് കൊടുക്കണം അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ × 2 ചെയ്യണം, ഇവിടെ × ചെയ്യണം. പോസിറ്റീവ് നമ്പർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനിക്വാലിറ്റിക്ക് ഒന്നും യാതൊരു ചേഞ്ചും വരില്ല. 0 × 2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 0 വരും. ലെസ് ദാൻ, ഇവിടെ 2ഉം 2ഉം കട്ടായി പോയ എക്സ് വരും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ 3 × 2 എന്ന് പറഞ്ഞാൽ 6 വരും. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ? 0 ഇൻക്ലൂഡഡ് അല്ല. ഇനി ബാക്കിയുള്ളതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ട് എവിടെ ഇൻക്ലൂഡിങ് വന്നു? 6ൽ ഇൻക്ലൂഡിങ് വന്നു. അപ്പൊ ആരൊക്കെയാ? 1, 2, 3, 4, 5, 6. ഇനി അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എ ഇന്റർസെക്ഷൻ ബി എഴുതാനാണ്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ രണ്ടിലും കൂട്ടിമുട്ടുന്നവർ ആരൊക്കെയാ? 1, 2, 3. കണ്ടോ? അപ്പോ 1, 2, 3 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. അപ്പൊ ഇനിക്വാലിറ്റി /2 ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇനിക്വാലിറ്റി യൂസ് ചെയ്തിട്ട് അത് മാറ്റാം. നെഗറ്റീവ് നമ്പർ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും ഇൻറ്റു ചെയ്യുമ്പോഴും ഇനിക്വാലിറ്റി റിവേഴ്സ് ആവും എന്നുള്ളതും ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ അത് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ സോൾവ് ചെയ്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് ഡയറക്റ്റ് ആണ്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ തന്നിട്ടുള്ള ഇക്വേഷൻസ് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി? നേരിട്ട് അതിന്റെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ തന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഇന്റർസെക്ഷൻ അല്ല കേട്ടോ, അത് ശ്രദ്ധിക്കണേ. ഇത് മൈനസ് ആണ്. ക്വസ്റ്റ്യനിൽ ടൈപ്പ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടാണ് എഴുതി കൊടുത്ത് പെട്ടെന്ന് മിസ്റ്റേക്ക് വന്നതാവും. നോക്കെ, എ യൂണിയൻ ബി, ഇത് അറിയില്ലേ? എൻ ഓഫ് ബിന്റെ ഇക്വേഷൻ ഇതാണ് ഞാൻ പറഞ്ഞത്. ഏതാണോ തന്നത് അതിനനുസരിച്ച് യൂസ് ചെയ്യുക. എ യൂണിയൻ ബി മൈനസ് എൻ ഓഫ് എ മൈനസ് ബി. ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതിയിരുന്നു എൻ ഓഫ് ബിക്ക്. 2 സെറ്റ് ഇക്വേഷൻ. ഒന്ന് നമ്മൾ അവിടെ യൂസ് ചെയ്തു, രണ്ടാമത്തേത് അവിടെ യൂസ് ചെയ്യുന്നു. ഡയറക്റ്റ് 97 മൈനസ് 39 ആൻസർ 58 വരും. തേ നിൽക്കുന്നു ഓപ്ഷൻ സി. ഓക്കെ, അപ്പോ ഇത്രയൊക്കെ ഇതും അതുപോലെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ആലോചിച്ചാൽ കിട്ടുന്നതേ ഉള്ളൂ. എന്താ കാണാൻ പറ്റുന്നത്? എൻ ഓഫ് ബി ആണ് കാണാൻ പറ്റുന്നത്. എന്ത് ചെയ്താൽ മതി? ഇവിടെ ഇന്റർസെക്ഷനും മൈനസും തന്നിട്ടുണ്ട്. കൺഫ്യൂഷൻ ആക്കാനാണ്, അത് നോക്കണ്ട. നമുക്ക് എൻ ഓഫ് ബി തന്നു കഴിഞ്ഞാൽ എ യൂണിയൻ ബി അറിയാന്നുണ്ടെങ്കിൽ എൻ ഓഫ് എ മൈനസ് ബി ചെയ്താൽ മതി. ഓക്കെ, മറ്റാളെ യൂസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. 52 ഇല്ലേ ഓപ്ഷനിൽ? എ. ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ വരുന്നത്. അപ്പോ ഐ തിങ്ക് ഓൾമോസ്റ്റ് സെറ്റ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്കൊന്ന് ഒരു കുഴപ്പിക്കുന്ന രൂപത്തിൽ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കീം ആയതുകൊണ്ട് അത്ര ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ JEE ലെവലിൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റ് ഒന്നും വേണ്ട. ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുക, അത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു പാറ്റേൺ, ക്വസ്റ്റ്യൻസിൽ ഡിഫറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും പാറ്റേണിൽ ഒരുപാട് സിമിലാരിറ്റി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നല്ലോണം ഒന്ന് റെഫർ ചെയ്തിട്ട് എന്ത് ചെയ്യുക,
ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആ ചാപ്റ്റർ കണ്ടന്റ്സ് കംപ്ലീറ്റ് ഈസി ആണ് എന്നുണ്ടെങ്കിൽ സെറ്റിന്ന് വരുന്ന ഏത് ക്വസ്റ്റ്യനും നേരിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ശ്രദ്ധിച്ച് വായിക്കുക ക്വസ്റ്റ്യൻ. അവർ തന്ന സ്റ്റേറ്റ്മെന്റ് അതുപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, വായിച്ചു നോക്കി മനസ്സിലാക്കിയതിന് ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേന് എടുത്ത് ചാടരുത് കേട്ടോ. ഓക്കെ, നല്ലോണം ക്വസ്റ്റ്യൻ എൻഡ് വരെ വായിച്ച് അതിൽ എന്തൊക്കെയാ തന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം. മാക്സിമം നിങ്ങൾ കാൽക്കുലേഷൻസിലൊക്കെ മൈൻഡിൽ ചെയ്യാൻ നോക്കുക. വെറുതെ ഇങ്ങനെ എഴുതി ടൈം കളയരുത്. ഓക്കെ, അപ്പൊ ഐ തിങ്ക് നമുക്ക് ഇനി നാളെ നെക്സ്റ്റ് സെഷന് നോക്കാം. റിലേഷൻസ് ആൻഡ് ഗ്രൂപ്പിലിടോ? ഞാനിത് ഗ്രൂപ്പിലിടാം. ഞാൻ അവരുടെ അടുത്തേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. നോട്ട്സ് എഴുതിയത് ഞാൻ ഇങ്ങനെ ഒരു PDF ആയിട്ട് അയക്കാം. അത് കൂടാതെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ഞാൻ ഷെയർ ചെയ്യാം. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ് എടുക്കാൻ പോകുന്നത് നെക്സ്റ്റ് ക്ലാസ്സിൽ. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് രണ്ട് +1 പഠിക്കുന്നുണ്ട്, +2 പഠിക്കുന്നുണ്ട്. രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ട് ഒരൊറ്റ ചാപ്റ്റർ ആയിട്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത് ഞാൻ എന്തായാലും നാളെ നമുക്ക് നോക്കാം. ടൈം ഞാൻ അവർ ചോദിക്കുന്നതിനനുസരിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് മോർണിംഗ് സെഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് പറയുക കേട്ടോ. നമുക്ക് മോർണിംഗിൽ എക്സ്ട്രാ ടൈം കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഓക്കെ, ശരി, എന്നാ ലീവ് ആയിക്കോളൂ.